അപ്പം നമുക്ക് എന്ത് ചിന്തയിലേക്ക് വരാം? ഇന്നത്തേക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. ഇന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? 10-16 വിഷയമുണ്ട്. അതിൽ ഒരെണ്ണം ഇന്ന് പകൽ ചിന്തിക്കുന്നു. ആഗോള ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സംഭവിപ്പാൻ പോകുന്നതെന്ന് ഒഴിഞ്ഞു മാറേണ്ടതിന് പ്രാർത്ഥിക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം, വിളിയാലുള്ള ആശ ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ 10-16-17 വിഷയമുണ്ട് ബൈബിളിൽ. ഒരെണ്ണം എന്ന് ചിന്തിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യം ഒരു ഫുൾ സ്റ്റോപ്പിൽ ആരംഭിക്കുന്ന വാക്യമല്ല. അതുകൊണ്ട് 18 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. അവിടെയും തുടക്കമില്ല. നിങ്ങൾക്ക് പറ്റുന്നിടം മുതൽ വായിച്ചോളൂ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ അങ്ങോട്ട് വായിച്ചേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ വചനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി നൽകണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ശ്രദ്ധിക്കൂ. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. അത് വേറൊരു വിഷയമാണ്. അതിൻ്റെ താഴെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി, അതിൻ്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. ഒരു വിഷയം. വിശ്വസിക്കുന്നത് നമ്മളാണ്, വ്യാപരിപ്പിക്കുന്നത് അവൻ്റെ ശക്തിയാണ്. എവിടാ വ്യാപരിപ്പിക്കുന്നത്? നമ്മളിൽ ഉള്ള വിശ്വാസത്തിലാണ് വ്യാപരിപ്പിക്കുന്നത്. വിശ്വാസം എത്ര തരത്തിലുണ്ട്? 7 തരത്തിലുണ്ട്. അല്പവിശ്വാസം, അധിക വിശ്വാസം, വിലയേറിയ വിശ്വാസം, വിശുദ്ധ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, പിന്നെ കടുകുമണിയുടെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. ഇങ്ങനെ 7 തരത്തിലുണ്ട് വിശ്വാസം. ഈ 7 തരത്തിൽ ഏത് വിശ്വാസത്തിലാണ് നമ്മളിരിക്കുന്നതെന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. അതാൻ്റെ വേറെ കാര്യം. ഉദാഹരണം, 4ാമത്തെ വിശ്വാസമാണ് രോഗസൗഖ്യം. പക്ഷേ അത്ഭുതകരമായ മിറക്കിൾ ആണ് 6ാമത്തെ വിശ്വാസം. മരിച്ചവർ വരെ ഉയർക്കുന്ന വിശ്വാസം. അപ്പം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കും, മരണാസന്ന നിലയിൽ കിടക്കുന്നവർ അവർ ജീവിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എത്രാമത്തെ വിശ്വാസത്തിലേക്ക് വരണം? 6ാമത്തതിൽ വരണം. നമ്മൾ എത്ര ഇരിക്കുകയായിരിക്കും? 2ലും 3ലും ആയിരിക്കും. വല്ലപ്പോഴും ആരാധനയ്ക്ക് വരിക, വല്ലപ്പോഴും പ്രാർത്ഥിക്കുക. ഈ പാർട്ടി ഇരുന്നുകൊണ്ടാണ് 6ാമത്തെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവം ചെയ്യുകയില്ല. അപ്പം നമ്മൾ പറയും ദൈവമാണ്. അല്ല, നമ്മളാണ് പ്രശ്നക്കാർ. അതാത് റേഞ്ചിൽ വരണം. അംഗൻവാടിയിലെ കൊച്ച് SLC പരീക്ഷ എഴുതാൻ പോയാൽ നടക്കുകയില്ല. ആന മുട്ട മേടിച്ച് വീട്ടിൽ വരും. അതുകൊണ്ട് ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് ദൈവം പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും വന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ഇങ്ങനെ വ്യാപരിക്കുന്ന, അങ്ങനെ 1 കോടി രൂപയുടെ വണ്ടി ഇവിടെ കിടക്കുകയാണ്. കൊണ്ടൊന്നും കാര്യമില്ല. ഒരു തുള്ളി പെട്രോൾ വീഴുമ്പോഴാണ് അതതിനകത്ത് വ്യാപരിക്കുന്നത്. വ്യാപരിക്കുമ്പോഴേ വണ്ടി അനങ്ങോളൂ, അല്ലെങ്കിൽ അവിടെ കിടക്കും. 1 കോടിയുടെ കല്ലടയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ കൊട്ടാരക്കരക്കാരുടെ ശരണ്യാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 1 കോടി രൂപയുടെ വണ്ടിയായിരിക്കും, അത് അവിടെ കിടക്കും. പെട്രോൾ ഒരു ഉള്ളി വീഴുമ്പോഴാണ് എഞ്ചിനിൽ വ്യാപരിക്കുന്നത്, വണ്ടി ചലിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ എത്ര മിടുക്കനാന്ന് പറഞ്ഞാലും വിശ്വാസം വ്യാപരിക്കാതെ ദൈവപ്രവൃത്തി നടക്കില്ല. എന്ത് വേഷം കിട്ടിയാലും വിശ്വാസത്തിൽ വ്യാപരിക്കാതെ നടക്കില്ല. ഇനി വിശ്വാസം വ്യാപരിച്ചാലോ നടക്കാത്ത കാര്യവുമില്ല. അതാണ്
ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ നമുക്ക് ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ നമ്മളെ 19 പേരും വിശ്വാസികളല്ലേ? അതെ അതെ. പക്ഷെ ദൈവത്തിന്റെ ശക്തി 50 പേരിലും വ്യാപരിപ്പിക്കാൻ പറ്റൂ? പറ്റില്ല. ദൈവം സർവശക്തനാണ്, ഓൾമൈറ്റി ഗോഡ്. പക്ഷെ എത്ര പേരോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ സർവശക്തനാണെന്ന്? ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞതാരോടാ? അബ്രഹാമിനോട്, രൂത്തിനോട്. ഉണ്ടാവും. എന്താ കാര്യം? അതെന്താ വേറെ ആൾക്കാരോട് പറയാത്തത്? ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് ഒരാളോട് പറയുമ്പോൾ ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അവൻ അത് വിശ്വസിക്കണം. അങ്ങനെ അവൻ വിശ്വസിച്ചാൽ എന്റെ സർവശക്തിയുടെ ഒരു ഷെയർ ഞാൻ അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ ഒന്ന് പരിശോധിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇത് വിശ്വസിക്കാൻ തയ്യാറുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അത് അബ്രഹാം അങ്ങനെ വിശ്വസിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. രൂത്ത് അങ്ങനെ വിശ്വസിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ഇരിക്കുന്ന 50 പേരിലും ദൈവത്തിന്റെ സർവശക്തി ഒരു റേഞ്ചിൽ വ്യാപരിക്കില്ല. പക്ഷേ ആർക്ക് വേണമെങ്കിലും അങ്ങനെ വ്യാപരിപ്പിക്കേണ്ടതിനെ വിശ്വസിക്കുവാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ദൈവത്തെ വിശ്വസിക്കുന്നവൻ അങ്ങനെയാകുന്നു എന്നാണ്. ഈ വിഷയം വിശദീകരിക്കുവാൻ ഇന്ന് പകൽ ഞാൻ കപ്പിൾസ്, ഒരു ഭാര്യ ഭർത്താവിനെ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് അവതരിപ്പിക്കുകയാണ്. ഏതായിരിക്കും നല്ല ഭാര്യയും ഭർത്താവും? വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവിനെ. അതായത് ഒരാൾക്ക് 2 പേർക്കും വിശ്വാസമുണ്ട്, പക്ഷേ ഒറ്റ നോട്ടത്തിൽ 2 പേർക്കും ഒരേ തരത്തിലുള്ള വിശ്വാസമാണ്. പക്ഷേ ചുഴിഞ്ഞ് ചിന്തിച്ചു നോക്കുമ്പം ഒരാൾക്കുടെ വിശ്വാസമേ പെർഫെക്റ്റ് ഉള്ളൂ, മറ്റേയാളുടെ വിശ്വാസം അത്ര നല്ലതല്ല. വിശ്വാസിയാണ്. ആരായിരിക്കും ആ കുടുംബം എന്ന് പറയാം? ഏകദേശം അബ്രഹാമിനെ പോലെയും സാറായെ പോലെയും ഇസ്ഹാക്കും റബേക്കെ പോലെ കുറെ അനുഗ്രഹമൊക്കെ ഉണ്ടല്ലോ, കുറെ ജോഡിയൊക്കെ പറയുമല്ലോ. അപ്പൊ ആരുടെ കുടുംബമായിരിക്കും നമുക്ക് എടുക്കേണ്ടത്? ആർക്കറിയാം? നിങ്ങൾ ഏതാണ്ടൊക്കെ പറയുന്നത് അബ്രഹാമിന്റെയും സാറയുടെയും വിശ്വാസം തന്നെ ആയിരിക്കണം. നമുക്ക് അവരെ ഒന്ന് പഠിച്ചു നോക്കാം. അബ്രഹാം സാറ ഒരു പുതിയ വിഷയമൊന്നുമില്ല, ആണോ? അല്ല, പഴയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വരും, കേട്ട് 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 അങ്ങനെ ചിന്തിക്കരുത്. ഈ കേട്ടിട്ട് എന്താ കാര്യം? അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയില്ലെങ്കിൽ കേട്ടതുകൊണ്ട് വല്ല കാര്യമാണ്. കല്യാണങ്ങൾക്ക് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ മണവാളിന് പറയും, പെണ്ണിനെ എന്ത് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോഴാ പുള്ളി ചിന്തിക്കുന്നത്, ശരിയാണല്ലോ എന്ന് വിളിക്കും. പെണ്ണോട് ചോദിക്കും, എന്തുവാ ഈ പുള്ളിയെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, അതങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചും ആണുങ്ങളെ സംബന്ധിച്ചൊരു പരാതിയുണ്ട്. ഞാൻ കുടുംബത്തിൻ്റെ ക്ലാസ് എടുക്കാറുണ്ട്, കുടുംബം, ഫാമിലി. അപ്പോൾ ഒരിക്കലും ഒരു വെള്ള പേപ്പർ കൊടുത്തു, പറഞ്ഞു നിങ്ങളുടെ ഭാര്യ എങ്ങനെയായിരിക്കണം എഴുതിക്കോളാൻ പറഞ്ഞു. ആണുങ്ങളും കൊടുത്തു. ആണുങ്ങൾ 36 കൂട്ടം കാര്യം എഴുതി, ഭാര്യ ഇങ്ങനെ ആയിരിക്കണം. പെണ്ണുങ്ങൾ 49 കൂട്ടം കാര്യം എഴുതി, ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. രണ്ടും കൂടെ വായിച്ച് ഞാൻ പറഞ്ഞു, എന്നെ പിടിച്ചോളിനില്ലെങ്കിൽ ഞാൻ ബോധം കെട്ടുപോകും. അല്ല, ഇവരെഴുതിയ പോലത്തെ ഒരു സാധനത്തെ ഞാൻ ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിൽ 36 കൂട്ടം കാര്യങ്ങൾ മിക്സിക്കകത്തിട്ട് അടിച്ച് കിട്ടുമ്പോൾ നമ്പർ 1 എന്താണെന്നറിയാം? ഇവൾ അനുസരിക്കുന്നില്ല പാസ്റ്ററെ, നമ്പർ 1. ബാക്കിയൊക്കെ പറയും. പെണ്ണുങ്ങൾ പറഞ്ഞ 49 കൂട്ടം കാര്യം കിട്ടുമ്പം ഇയാൾക്ക് സ്നേഹിക്കാൻ ഇയാൾക്ക് സ്നേഹമില്ല. ഇത് രണ്ടും തെറ്റാണ്, രണ്ടും ശരിയാണ്. എങ്ങനെ തെറ്റ് ശരിയാക്കാം അത് പിന്നെ ചിന്തിക്കാം. പക്ഷെ ഈ പെണ്ണുങ്ങൾ അനുസരിക്കുന്നില്ല എന്നുള്ളതിൽ, ആണുങ്ങൾ സ്നേഹിക്കത്തില്ല എന്നുള്ളതിലും കഴമ്പുണ്ട്. എന്നുവെച്ചാൽ പക്ഷെ ചിലതിന് കഴമ്പില്ല. കാരണം ഈ ആണുങ്ങൾക്ക് സ്നേഹം അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. അതാണ്
അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പ്രദർശിപ്പിക്കാൻ അറിഞ്ഞുകൂടാതാണ്. സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് അറിഞ്ഞുകൂടാ. കല്യാണ പ്രസംഗം ആയതുകൊണ്ട് ഞാൻ നടത്തുന്നില്ല. സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്, ഭാഷ ഇംഗ്ലീഷും മലയാളമൊന്നുമല്ല, ആ ഭാഷ പിന്നെ പറയാം. അപ്പം പെണ്ണുങ്ങളെ കുറിച്ച് ഇവരനുസരിക്കുക ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. ഈ ഇരിക്കുന്ന സഹോദരിമാർ കല്യാണം കഴിച്ചവർ പലരും ഉണ്ടല്ലോ, നിങ്ങൾ പോലും അനുസരിക്കുന്നവരല്ല എന്ന് ഞാൻ വേണ്ടി തെളിയുക. ഇപ്പോൾ തെളിയിക്കുക. എനിക്ക് നിങ്ങളുടെ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. വല്ല ബന്ധമുണ്ടോ? രേഷ്മ എന്തി പോയോ? രേഷ്മ കൊച്ചിനെ കൊണ്ട് പുറത്തു പോയി. ദൈവമേ എനിക്കുള്ളത് അവിടെ താമസിച്ചത്. ഇപ്പൊ തെളിയിക്കാം പാസ്റ്റർ മുമ്പിൽ വെച്ച്. സാറ അബ്രഹാമിനെ എങ്ങനെ വിളിച്ചനുസരിച്ചു? സകലത്തിലും യജമാൻ. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കാൻ തൊട്ട കാലം എത്രയായി? ഈ സഭ ഉണ്ടായിട്ട് 10-24 കൊല്ലമായി. ഞാൻ 1999 വന്നു. എല്ലാ പ്രസംഗത്തിലും കേൾക്കാറില്ലേ? നിങ്ങൾ ആരെങ്കിലും മാനസാന്തരപ്പെട്ടവരാണോ? സത്യം പറ. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിക്കും എന്ന് തീരുമാനിച്ച് അങ്ങനെ വിളിക്കുന്ന ഭാര്യമാർ ഒന്ന് കൈവക്കിക്കാട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഒരെണ്ണം അനുസരിക്കുക നേരല്ലേ? എൻ്റെ മുഖത്തോട് ഞാൻ പറഞ്ഞു നേരല്ലേ? നിങ്ങൾ അനുസരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞു? എൻ്റെ വേറെ ഒന്നും നോക്കിയാലല്ലോ പറഞ്ഞു. കണ്ണടച്ച ആത്മീയത്തിൽ പ്രേക്ഷകരോടൊന്നും പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് നോക്കുക. നിങ്ങൾ ഒരെണ്ണം അനുസരിക്കുകയെന്ന് ശരിയല്ലേ? അമ്മച്ചി ദേഷ്യം കൊണ്ടാണോ കണ്ണട താഴെയിട്ട്? ഇനി ഇവരെ കുറിച്ചും പറയാനുണ്ട്. ഞാൻ പറയുന്നില്ല, ഒരു സപ്പോർട്ടോടെ ഇരുന്നോട്ടെ. നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ല. അപ്പൊ ഈ കേൾക്കുന്ന, അപ്പൊ അതുകൊണ്ട് ഈ അബ്രഹാം സാറെ കുറിച്ച് കേട്ടാ പോരുത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ അങ്ങനെ വിളിച്ചാൽ നല്ലതായിട്ടോ. ഒരു ഉദാഹരണം, ഭയങ്കര വഴക്കൂടി ആളെ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. സപ്പോസ് തീരുമാനിച്ചു. ഒരു തലയിടത്ത് നടത്താൻ മുറിക്കകത്ത് പോയി കിടക്കുക, വാതിലെ കൊട്ടി അടച്ചു. ദേഷ്യമൊക്കെ അങ്ങനെ നേരം വെളുത്തപ്പോൾ ഇച്ചിരി അലിഞ്ഞു. എന്നാലും ഒരു കട്ടൻ കാപ്പിയുടെ കൊടുത്തേച്ച് പോയേക്കാം. വാതിൽ തുറന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ആ മൂതൈ വരുന്നുണ്ടെന്ന്. ആ പുള്ളി തിരിഞ്ഞിങ്ങനെ കിടന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ കട്ടൻ കാപ്പി കൊണ്ടുവന്നിട്ട് പുള്ളി പ്രതീക്ഷിക്കുന്ന എന്തോ ഇങ്ങനെ അല്ലെ, പതുക്കെയല്ല, ഇങ്ങനെ വെച്ചേച്ച് പോകുമെന്നാണ് പുള്ളി പ്രതീക്ഷിക്കുന്നത്. ആ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇരിക്കുക. അന്നേരം ശബ്ദമില്ല. പുള്ളി ഇങ്ങനെ കാപ്പി വെച്ചേച്ച് പോയോ? നോക്കിയിരിക്കുമ്പം നിങ്ങൾ വിളിക്കാതിരിക്കട്ടെ, യജമാനനെ. പുള്ളി അന്ന് തീരും പ്രശ്നം. തീരുകയല്ലേ? അത് തീരും പ്രശ്നം. അപ്പൊ ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്തോ വിളിക്കണം അറിയത്തില്ലേ? നമ്മളും കണക്കാ. എന്തോ വിളിക്കണം? 45-ാം സംഗീതത്തിനും കേൾക്കാത്ത ആൾക്കാരുണ്ടോ ഇനി? അതാ കല്യാണത്തിന് വായിക്കുന്നേ. എന്തോ വിളിക്കണം? അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിചായ്ക്ക. അപ്പൊ നമ്മൾ വിളിക്കേണ്ട പേരെന്തോന്നാ? കുമാരി. ചില മുതുക്കയായാലും വിളിച്ചേനെ ചുമ്മാ കേട്ടോട്ടെ. അവരെ കുമാരി എന്ന് വിളിക്കുന്നിടത്തുള്ള സന്തോഷം ലോകത്തിൽ അവർക്കില്ല. മൂക്കി പല്ല് മുളച്ചേക്ക്. എന്നാലും ഞാൻ പറഞ്ഞല്ലേ, അവർ പ്രായം പറയത്തില്ലല്ലോ. ഇതൊക്കെ നമ്മളാരും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഇത് പഴയ പ്രസംഗാന്ന് പറഞ്ഞിരിക്കേണ്ട പുതുമകൾ ദൈവം തരും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അബ്രഹാം, സാറ, ആശയം ഇതാണ്. 2 പേർക്കും ദൈവം. നമ്മുടെ തോട്ടത്തിൽ 2 പേരും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ കീറി പിടിച്ചപ്പോ അബ്രഹാമിന്റെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആർക്ക്? സാറ. അത് തെളിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ എൻ്റെ ഉദ്ദേശം. അതായത് വിശ്വസിക്കുന്നവരിലെ ദൈവശക്തി വ്യാപരിക്കും. അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. ചോദ്യം കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ചോദിക്കരുത്, ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, 11-ാം അധ്യായം അവസാനം പുറപ്പാട് 12-ൽ വാഗ്ദത്തം, 13-ൽ ബഹുസമ്പന്നൻ. അങ്ങനെ അബ്രഹാമിന് ചരിത്രം. അബ്രഹാം ചരിത്രം ബഹുരസമാണ്. കാരണം അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് പറയുന്ന കവിഭാവനയിലുള്ള ഈ പ്രപഞ്ചം ദൈവം 2 അധ്യായത്തിൽ ക്ലോസ് ചെയ്തു. ഉൽപ്പത്തി 1-2. അത് ഇതുവരെ ആളുകൾ പഠിച്ചു തീർന്നിട്ടില്ല. പക്ഷെ നമ്മെപ്പോലെ പച്ചയായൊരു മനുഷ്യനാണ് അബ്രഹാം.
അബ്രഹാമിൻ്റെ ചരിത്രം 15-ൽ പരം അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് പരത്തി എഴുതി. എന്തുകൊണ്ട്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് സൂര്യനും ചന്ദ്രൻ നോക്കി നടക്കാനില്ല. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, പ്രായോഗികമാക്കേണ്ടത്. മറ്റത് റെക്കോർഡിക്കൽ, ഇത് പ്രാക്ടിക്കൽ. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, എന്തോ, ഞാൻ നിനക്ക് ഒരു മകനെ തരും. പരിചയമുള്ള വേദമാണ്, പക്ഷെ ശ്രദ്ധിച്ചിരുന്നോ? അടുത്തത് ബോർഡിൽ എഴുതി, ഞാൻ നിനക്കൊരു മകനെ തരും. അടുത്തത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അടുത്ത സാറായോട്, സാറാമ്മച്ചി, ഞാൻ നിനക്കൊരു മകനെ തരും, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവോ? ആടിനെ പട്ടിയാക്കരുത്, മാതാവാക്കും. അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞേ? സാറായോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചുമ്മാ കൊണ്ടുകിടക്കാണ് ബൈബിൾ, ചുമ്മാ ഒരു തമാശക്ക്. സാറോട് പറഞ്ഞിട്ടില്ല? ഇല്ല. ഉൽപ്പത്തി 17-16 വായിക്ക്. ഉൽപ്പത്തിയൊക്കെ ഉണ്ടോ? ആർക്കറിയാം? ഉൽപ്പത്തി 17-16. പക്ഷേ ഈ പേനങ്ങൾ നീക്കി വെച്ചാലേ അവന് പോത്തൊന്നുമില്ല. എന്നാലും കണ്ടോളണം. ഏതായി? അവൾ തൊട്ടുമുകളിലുണ്ട്, സാറാമ്മച്ചി. ഓക്കെ ആണല്ലോ അല്ലേ? വായിക്കിനി. ഒരു മകനെ തരും. അടുത്ത്, അവളെ പിന്നെയും അനുഗ്രഹിച്ച് തീരുകയും അവളിൽ നിന്ന് ജാതി രാജാക്കന്മാർ. ഇങ്ങാട് നോക്കിക്കേ, നിങ്ങൾ ഇനി മേലാ പറഞ്ഞേക്കരുത്. എന്തോന്ന്? സാറായോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ആയില്ലേ? ആയി, ശരി. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ദൈവം ഇനി അബ്രഹാമിനോട് പറഞ്ഞത് വേണോ? അത് വേണ്ട. 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി 17-ലൊക്കെ. ഞാൻ നിനക്കൊരു മകനെ തരും, ഒരു മകനെ തരും. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ നിനക്കൊരു മകനെ തരും, ഫുൾ സ്റ്റോപ്പ് അല്ല, സെമിക്കോളനാണ്, കുത്തും കോമ. എൻ്റെ അർത്ഥം എന്താ? തുടരുന്ന. ഒരു മകനെ തരും, അത് ഉദ്ഘാടനമാണ്. അത് അമിട്ട് പൊട്ടുന്ന പുറകെ ബഹുജാതികളുണ്ടാവും. അപ്പൊ ഈ 2 വാഗ്ദത്തവും 2 പേർക്കും കിട്ടി. ശരിയാന്നോ? ശരി. ഇത് നിറവേറിയോ ഇല്ലയോ? അതാണ് എൻ്റെ പഠനം. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുമോ? ആര് പറഞ്ഞു മാറിയില്ലെന്ന്? ഈ പെന്തിക്കോസുകാരൊരു പ്രശ്നം, കുറേ സംഗതികൾ എന്നെ പഠിച്ചു വെച്ചേക്കുക. എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ വിഷയം നിങ്ങൾ കേൾക്കാതിരിക്കുന്നല്ല, കാരണം പിന്നെ വിളിക്കുകയല്ല. അതാണ് ഒന്നാ. നമ്മളെല്ലാം പറയുന്നത് കണ്ണുനീർ തുടയ്ക്കുന്ന, ഞാനതങ്ങനെ ദൈവം പ്രസവിക്കില്ല. ഞാൻ പറയുന്നത് കരയിപ്പിക്കുന്ന ദൈവം. എനിക്കിഷ്ടം കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തെക്കാൾ കരയിപ്പിക്കുന്ന ദൈവത്തെയാണ്. അതൊക്കെ ഒന്ന് അനുഭവിച്ച് നോക്കണം മക്കളെ. നമ്മൾ പറയും പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന, അങ്ങനെ അതിൻ്റെ പുറകെ നടന്നോ? ഉത്തരം മുട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉത്തരം മുട്ടിക്കുന്ന ഒരു ദൈവം. എത്ര പ്രാവശ്യം നമുക്ക് ഉത്തരം മുട്ടിയേക്കണു? ഇല്ലേ അമ്മച്ചി? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാർ ചോദിക്കുമ്പം, വീട്ടുകാർ ചോദിക്കുമ്പം, നിനക്കെന്താ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഉത്തരം മുട്ടാറില്ല? വല്ല ഉത്തരം ഉണ്ടോ അതിന്? ഒരു ഉത്തരവും ഇല്ല. നമ്മളെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിൽക്കുക. അങ്ങനത്തെ ഒരു ദൈവത്തെ കൂടെ പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് എന്തിനാണ് ഉത്തരം മുട്ടിച്ചത്, എന്താണ് കരഞ്ഞിട്ട് കാണാതെ പോയത്, എന്താണ്. അപ്പൊ അതുപോലെ ഓർമ്മമാണ് ഇത്. വാക്ക് പറഞ്ഞാൽ ദൈവം വാക്ക് മാറുകയല്ലേ? മാറുന്നായി ഇപ്പം മാറും. ദൈവം വാക്കൊന്നും മാറുകയില്ല. പക്ഷേ ഒരു ചിന്ത, ദൈവം ഒരു വാക്ക് പറഞ്ഞു, മോളോടൊരു വാക്ക് പറഞ്ഞു, മോള് കുറെ കഴിഞ്ഞപ്പോ അത് വിശ്വസിച്ചില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി. ദൈവം വാക്ക് മാറുകയില്ല, പക്ഷെ കിട്ടിയവ മാറിയാലോ? എത്ര പേര് പിന്മാറി പോകുന്നു? അവരങ്ങ് പോയാലോ? ബാക്കി എന്തോ ചെയ്യും? ദൈവത്തിന് അനുഗ്രഹം അവർക്ക് കൊടുക്കുക. എന്ത് ചെയ്യും? അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അബ്രഹാമിനും സാറാക്കും ഒരേ വാഗ്ദത്തം കൊടുത്തു ദൈവം തമ്പുരാൻ. 2 പേരും വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ 2 പേരും വിശ്വസിച്ചു. കാരണം
റോമാലേഖനത്തിലുണ്ട്, തന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് അവൻ പൂർണ്ണമായി ഉറച്ചു. റോമർ 4:21. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവം ശക്തൻ, അവൻ വിശ്വസിച്ചു. അപ്പൊ അവന്റെ കാര്യം ഓക്കെ. ഇനി സാറായോ? എബ്രായ ലേഖനം, പ്രായമിത്രയായി പുത്രോത്പാദനത്തിലുള്ള ശക്തിയില്ല, പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിക്കുന്ന എണ്ണുകയാൽ അവൾ പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. വചനമില്ലേ? ഇല്ലേ? ഞാൻ നോക്കിച്ചു വന്നാ നിങ്ങൾ ഇരിപ്പ് കണ്ടപ്പോ അത് മാഞ്ഞു പോയോ എന്നൊരു സംശയം. അപ്പൊ രണ്ടുപേരും ദൈവത്തെ വിശ്വസിച്ചില്ലേ? ഇല്ലേ? വിശ്വസിച്ചു. ഇനി നിവൃത്തി നോക്കാം. ഞാൻ അബ്രഹാമിന്, ഞാൻ നിനക്കൊരു മകനെ തരും. ഒരു മകനെ തരും. മകന്റെ പേര് നിങ്ങളുടെ പിള്ളേരുടെ പേരല്ല ചോദിച്ചു, അബ്രഹാമിന്റെ കൊച്ചിന്റെ പേരാ വെച്ചത്. എന്തുവാ? ഞാൻ നിനക്ക് ബഹുജാതികളെ തരും, ഒത്തിരി പിള്ളേരെ തരും. അടുത്ത പിള്ളേരെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആകെ ഓരോ പഠിച്ചു വെച്ചോളൂ എപ്പോഴും. ആർക്കെങ്കിലും അറിയാമോ അബ്രഹാം രണ്ടാമത്തെ കൊച്ചിന്റെ പേര്? ഇസ്മായിൽ അല്ലേ? അതും മറ്റേ പുള്ളിക്കാരത്തിലുണ്ടായതാ. കുറെ ഉണ്ട്, അതൊക്കെ നമുക്ക് കുറേ ചിന്തിക്കാം. അപ്പൊ സംഗതി നിറവേറി. അടുത്ത് കൊണ്ടു സാറായോട്, ഞാൻ നിനക്കൊരു മകനെ തരും. കൊച്ചിന്റെ പേര് ഇസഹാക്ക്. അടുത്ത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് മാതാവാക്കും. ഒരെണ്ണത്തിന്റെ പേര് 10,000 രൂപ സമ്മാനം. ചുമ്മാ പറയുന്നല്ല, 10,000 രൂപ സമ്മാനം. ചെക്ക് എഴുതി തന്നിട്ടു. കാരണം അങ്ങനെ സാറാക്ക് രണ്ടാമതൊരു കുഞ്ഞ് ഇല്ല. അവിടെയാണ് എന്റെ ചോദ്യം. ഞാൻ നിനക്കൊരു മകനെ തരും സാറായോട്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് മാതാവാക്കും, നിന്നിൽ നിന്ന് ബഹുജാതി ഉത്ഭവിക്കും. നേരല്ലേ വാക്യം? എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് രണ്ടാമതൊരു കുഞ്ഞിനെ പ്രസവിക്കാതെ സാറ മരിക്കാൻ കാരണമെന്ന്? അപ്പൊ നമ്മളൊരു ന്യായം കണ്ടെത്തിയിട്ടുണ്ട്. അത് പാസ്റ്റർ അത് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. മീതെയുള്ള യെരൂശലേമോ നമ്മുടെ അമ്മ. സാറായുടെ മക്കളാണ് നമ്മളെല്ലാവരും, വിശ്വാസത്താൽ നമ്മളെല്ലാവരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ മക്കളല്ലേ നമ്മളെല്ലാവരും? എന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കണേ? ആത്മീകമായി ഓക്കെ, അബ്രഹാമിന്റെയും സാറായുടെയും മക്കൾ നമ്മളാണ്. അക്ഷരികമായും ദൈവം പറഞ്ഞു ഇവളിൽ നിന്ന് ബഹുജാതികൾ ഉണ്ടാകുമെന്ന്. പക്ഷേ അവൾക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ദൈവം വിശ്വസനല്ലേ? അതെ. പക്ഷെ എവിടാ കുഴപ്പം? അതാണ് നമ്മുടെ വിഷയം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവശക്തി വ്യാപരിക്കുകയുള്ളൂ. ഇവർ തമ്മിൽ വിശ്വാസത്തിന്റെ വേരിയേഷൻ ഉണ്ടായിരുന്നോ? സൂക്ഷ്മദർശിനി വെച്ച് നോക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അബ്രഹാമിനെയാണ് ദൈവം വിളിക്കുന്നത്. സാറായി വിളിച്ചിട്ടുണ്ടോ? ഇല്ല, സാറായി വിളിച്ചിട്ടില്ല. അബ്രഹാമിനെയാണ് വിളിച്ചത്. 1100 മൈൽ ദൂരത്തേക്കാണ് വിളിച്ചത്. കേരളം 750 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതിനകത്ത് ഒരു ജില്ലയിലെ പാസ്റ്റർമാരൊക്കെ ഞങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പം ഞാനേ പാസ്റ്റർ പറയും, സാറേ പ്രാർത്ഥിച്ചിട്ട് പറയാം. ഞങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാ ട്രാൻസ്ഫർ കൊടുക്കുന്നേ. എന്നിട്ട് ഈ പുള്ളി പിറ്റത്താഴ്ച അവിടെ പോകും. എവിടെ ട്രാൻസ്ഫർ കിട്ടിയ സഭയിൽ പോകും. അവിടെ ചെല്ലുമ്പം വഴിയില്ല, വള്ളമില്ല, മിൽമ മേടിക്കുന്ന കടയില്ല, പലചരക്ക് കട നടത്തില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല, കാറ് കയറുന്ന വഴിയില്ല. ഇപ്പൊ വന്ന ചെന്തായിരിക്കും പറയുന്നത്, പ്രാർത്ഥിച്ചിട്ട് ഒരു നിയോഗം. വിളവന്മാര്. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലോ? സാറേ, ഞാൻ ഒരാഴ്ച ഒരു ദർശനം കണ്ടിരുന്നു. ആ ദർശനത്തിൽ കണ്ട അതേ സ്ഥലം. അങ്ങനെ പെന്തിക്കോസുകാരുടെ അടവുകൾ അതൊക്കെ. പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തോ പറയും? ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എന്ത് പറയും? എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല പറയുമോ? ഇല്ല. പകരം ആരെ ചാരും? പരിശുദ്ധാത്മാവിൻ്റെ തലയിലിടും. അത് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നാളെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും ഈ പെണ്ണിനെ വേണ്ട. അപ്പം ആർക്കാ കുറ്റം? പരിശുദ്ധാത്മാവ് പറഞ്ഞു പെണ്ണിനെ വേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഇയാൾക്ക് സ്ത്രീധനം ഒക്കാത്തോണ്ട് ഇട്ടേച്ച് പോണതാണ്. അല്ലെങ്കിൽ പെണ്ണിനെ അതാണ് കാര്യം. അതും കൂടെ ആരെ തലയെ വെച്ചു? പരിശുദ്ധാത്മാവിനെ തലയെ വെച്ചു.
എന്തോ ചെയ്യുന്നു. ഞാൻ സ്ത്രീധനം വാങ്ങി പെണ്ണ് കിട്ടിയ ആളല്ല. എനിക്ക് അങ്ങനെയുള്ളവരോട് അങ്ങനെ വലിയ താല്പര്യം പൊതുവേ ഇല്ല. എന്നരുതി അതിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടിലെ കാശ് കൊണ്ട് ആണത്വം കാണിച്ച് നടക്കരുത്, നാണക്കേടാണ്. എൻ്റെ പൊന്നു മോനെ ക്ഷമിച്ചേക്കണേ. എൻ്റെ പിള്ളേരോട് ഞാൻ എൻ്റെ മോളുടെ അതേപോലെ ഇരിക്കുന്നു ഇവിടുത്തെ മോൾ. അപ്പം എൻ്റെ മക്കളുടെ പോലെ കണക്കാക്കി പറയും. അപ്പം മാർക്കോലുണ്ടി തന്നോട്ടെ, മേടിച്ചോട്ടെ. അതിൻ്റെ പേരിൽ ഒരു പെണ്ണ് കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തരുത്? പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കാശും മേടിച്ച് ജീവിക്കാന്ന് നിന്നെ ഒന്ന് ആണിൻ്റെ വർഗത്തിൽ ഞാൻ പെടുത്തുകയില്ല. എന്തൊക്കെ ഇടപാടാണ് നമ്മുടെ നാട്ടിൽ നിന്നറിയാമോ? പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത കടവും കടത്തിൻ്റെ കൂടുമായിട്ട് നിൽക്കുക. നാട് നിവർത്താൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ഈ പെണ്ണ് 6 മാസം ആർച്ച് വിഷപ്പോലെ ഇങ്ങോട്ട് വരിക. ഞാൻ പറയും, എടാ ഇയാൾക്ക് നാണമില്ലേ? ആദ്യത്തെ പ്രസവം ഇയാൾ കൊണ്ടുപോയത്, ഇയാളല്ലേ തൊട്ട് എണ്ണി മേടിച്ചുകൊണ്ട് പോയത്. ഇയാൾ ആദ്യത്തെ പ്രസവം നോക്ക്, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇത് വന്നാലോ? ഒന്നാമത്തെ എൻ്റെ ഭാര്യയൊക്കെ പ്രസവിക്കാൻ പോകുമ്പോൾ പാടത്തെ കൊയ്യാൻ പോയിട്ട് അവിടെ നിന്ന് പോയി പ്രസവിച്ചേച്ച് വരിക. 2 കേരളത്തിലെ ഏറ്റവും ചില കുറഞ്ഞ ആശുപത്രി ഓർത്തിരുന്നോളണം. ചോറ്റാനിക്കര ടാറ്റ ട്രസ്റ്റ് ഹൗസ് 1300 രൂപയുള്ളൂ. അവിടെ പൊക്കോളാം. എന്നിട്ട് പിള്ളേരിഞ്ഞോട്ട് വരിക. വന്നാലോ? കെട്ടിയവനതിൻ്റെ പുറകെ ആഴ്ചതോറും ഇങ്ങോട്ട് വരിക. 1 കിലോ ഓറഞ്ച് കൊണ്ടുവരും. അത് മുഴുവൻ പുള്ളി ഒരു പിടിച്ച് തിന്നുകയും ചെയ്യും. പിന്നെ 1 കൊല്ലം പുള്ളി ഇവിടെ കിടപ്പാ. അയ്യോ, നിങ്ങളിവിടെ കിടക്കുന്ന ആരും അല്ലേ പറഞ്ഞു, ഞാൻ പ്രസവിച്ചൊന്ന് കിടക്കുന്ന ആരും പറഞ്ഞു. പിന്നെ ഈ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അമ്മായി അവർ എൻ്റെ പോലെ 1.5 കൊല്ലത്തേക്ക് ഈ വീട് കുത്തുപാളെടുത്തിട്ടേ അവർ പോവുള്ളൂ. അതിൻ്റെ പുറകെ പിന്നെ കട്ടിൽ അലമാരില്ല, പുതപ്പ് അലമാരി കട്ടിൽ. ഇത് എന്നെ ഇടപാടാ ചെയ്ത് ആരെയും കൊണ്ടുവന്ന ഈ സമയം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ ബൈബിൾ വിരുദ്ധമായിട്ട് ജീവിക്കുന്നത്. കാരണം പഴയമത്തിനകത്ത് പെണ്ണിനാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. അങ്ങനല്ലേ? അത് വായിച്ചിട്ടില്ലേ? ഞാനിങ്ങനെ ആക്രാന്തം പിടിച്ച് പ്രസംഗിക്കുന്ന കാരണം എനിക്ക് 2 പെൺപിള്ളേരാ. ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ കരുതിയാ. ആര് തരാൻ? 1 കിലോ വെണ്ടയ്ക്ക കാശ് അങ്ങോട്ട് കൊടുക്കണം, ശർക്കര കാശ് അങ്ങോട്ട് കൊടുക്കണം, കാള കാശ് അങ്ങോട്ട് കൊടുക്കണം, ബോട്ടി വഴി കാശ് അങ്ങോട്ട് കൊടുക്കണം. പെണ്ണിനെ മേടിക്കാൻ നേരത്തെ കാശ് ഇങ്ങോട്ട് വരുന്ന കിടച്ചിറക്കാണ്, വെക്കാട്ട് വിറ്റു പോകാത്ത സാധനമാണ്. നമ്മൾ ശക്തമായിട്ട് എതിർക്കണം. എതിർക്കണ്ടേ പാസ്റ്ററെ? പെന്തക്കോസ്തുകാരെ എതിർക്കണ്ടേ? പാസ്റ്റർ ഞാൻ മിണ്ടാതിരിക്കുന്നത്. എതിർക്കണം. സ്ത്രീധന സമ്പ്രദായത്തെ രാജ്യം എതിർക്കുന്നു. ബൈബിൾ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, നമ്മൾ എതിർക്കണം. പെന്തക്കോസ്തുകാരെ എതിർക്കണം. ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അവന്മാർ 2 കണ്ണ് കണ്ടതാ. കാരണം എന്തെങ്കിലും കിട്ടുമെന്ന് അവർക്കറിയാൻ. എൻ്റെ പെൺപിള്ളേരല്ലേ. അപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയാൻ എന്തെങ്കിലും കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിള്ളേരെ ഞാൻ നോക്കടാ, നിങ്ങളുടെ കാലൊക്കെ നേരെയാക്കി ഇരിക്കട്ടെ. എന്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് ഇരിക്കുന്നവരെ ഇരിക്കണം? കുറച്ചുകൂടെ അടുപ്പിച്ച് പോയി 2 കാലം കുറച്ചുകൂടെ അച്ചോടെ അങ്ങനെ നിങ്ങളോടാ പറയുന്നത്. നിങ്ങളൊക്കെ പറയാമോ പെണ്ണ് കിട്ടും? കിട്ടുകയല്ലേ? ഇതുവരെ ചിരിക്കാത്തവൻ ചിരിച്ചു തുടങ്ങിയല്ല. കിട്ടും. നേരം നല്ലൊരു പെൺകൊച്ചിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ആ കൊച്ചിൻ്റെ അപ്പൻ്റെ കയ്യിൽ കാശ് കുറവാണെന്ന് പറഞ്ഞാൽ അത് കാരണം ഇട്ടേച്ച് പോരരുത് കേട്ടോ. ഉള്ള കാശ് മേടിച്ച് അങ്ങോട്ട് കിട്ടിക്കൊള്ളാം. ഒരു സ്വത്രം പറ. എടാ കൈപോക്കി ഒരു സ്വത്രം പറയടാ. അവൻ്റെ ഇരിപ്പ് കണ്ട അവൻ പെണ്ണെ കിട്ടത്തില്ലെന്ന് തോന്നി. ഇവിടെ ഉണ്ടല്ലോ അല്ലേ, പെണ്ണ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം എല്ലാവരും പറയുക ഇതൊക്കെ ഇവിടെ വെച്ചല്ലാണ്ട് അവിടെ പോയോ പറയണ വാസ്. യൂത്ത് ക്യാമ്പിനൊക്കെ പറയും നമ്മുടെ പെന്തക്കോസിന് മുഖച്ചായ വേണം. എന്താ വെച്ചാൽ പെൺപിള്ളേരുള്ള വീട്ടുകാർക്കൊരു ആശ്വാസം ഉണ്ടാവണമെന്നേ. നിങ്ങൾ കൊടുത്തോന്നേ. പക്ഷെ ഇതിൻ്റെ പേരിലുള്ള കച്ചവടം നിർത്താനായി പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം മുന്നോട്ട് പോവാം. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ പുറകെ സാർ ഇറങ്ങി തിരിച്ചു. തിരിച്ചപ്പോൾ അതിൻ്റെ പുറകെ ലോത്ത് എന്ന പോത്തും ഇറങ്ങി തിരിച്ചു. അതിന് ലോത്തിൻ്റെ പുറകെ സാറാമ്മച്ചി വെള്ളം കോരാൻ നേരത്ത് ലോത്തിൻ്റെ ഭാര്യയെ കണ്ടു. അപ്പം ലോത്തിൻ്റെ ഭാര്യ ചോദിച്ചു, എന്നതാ അവിടെ ഭയങ്കര വീട്ടിൽ ബഹളം, സ്വോത്രമല്ലേലിയ, ഞങ്ങൾ പോവുകയാണ്. എവിടെ പോവുകയാണ്? എവിടെയാണെന്ന് അറിയാൻ മേല. അച്ചായൻ പറഞ്ഞു എല്ലാം പാക്ക് ചെയ്തോ, പോകാൻ പോകുന്നു. അല്ലേ എവിടേക്കാണ് പോകണത്? യാതൊന്നും എനിക്കറിയാൻ മേല. പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങളും പോരട്ടെ. നിങ്ങളെന്തിനാണോ? അല്ല ചേട്ടൻ 10ാം ക്ലാസ്സിൽ തോറ്റു, STD ബൂത്ത് കിട്ടു, 8 നിലയിൽ പൊട്ടി, ഹോട്ടൽ നടത്തി 8 നിലയിൽ പൊട്ടി,
പൈപ്പ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് എല്ലാം പൊട്ടി, റിയൽ എസ്റ്റേറ്റ് എല്ലാം പൊട്ടി. ഇപ്പോൾ കടത്തിൻ്റെ കൂടെ. എന്നാൽ പിന്നെ ഈ പാലും തേനും ഒഴുകും ദേശമാണെങ്കിൽ വലിയ കാശൊന്നും കൊടുക്കണ്ടെങ്കിൽ ഞങ്ങളും പോരട്ടെ കൂടെ. അപ്പോൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു അത് എന്നെ വിളിച്ചിട്ടുള്ളൂ, അത് സാരമില്ലെന്നേ. മാവിൻ്റെ പുറത്ത് ഇത്തിൽ കണ്ണിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എല്ലുകൂടി ഇടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഞാനും പോരെ, ഞങ്ങളും പോരട്ടെ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ പോരെ. അങ്ങനെ കൂടിയതാണ് ആര്? ലോത്ത്. പിന്നെ ലോത്ത് എന്ന പോത്ത് എന്ന് ഞാൻ വിളിക്കാൻ കാര്യം എന്നറിയാമോ? അത് പറയാം. അപ്പൊ ഈ പുള്ളി ചോദിക്കുന്നുണ്ട്, എന്തുവാടി ചേടത്തി പറഞ്ഞ് പാലും തേനും നോക്കിക്കോട്ടോ, പോണ വഴി എവിടെയെങ്കിലും പാലും തേനും കൊടുക്കണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. എവിടെ 1100 മൈൽ ദൂരം പോ, എവിടെ പാലും തേനും? പുള്ളി നടന്ന് ക്ഷീണിച്ചു. വാക്തത്വം കിട്ടിയവന് ക്ഷീണമുണ്ടോ? 20 കൊല്ലം കഴിഞ്ഞാൽ ക്ഷീണമുണ്ടോ? ക്ഷീണമുണ്ടോ? ഇല്ല. അപ്പൊ ഇവനിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴും ഒരു നീരോട്ടമുള്ള സ്ഥലം കണ്ടു. ഇവൻ ലോത്തിന്റെ ഭാര്യ വിളിച്ച്, ഇവനാണ് മോഡൽ. നമ്മളെല്ലാവരും ആരെയാ കുറ്റം പറയണേ? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ഇയാളാണ് ആദ്യം കുറ്റക്കാരൻ. ആ പുള്ളിക്കത്തിനെ കുറ്റം പറയണേ. പുള്ളി തിരിച്ചറിഞ്ഞു, നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ടാട്ടാ. അവിടെ ഒരു നീരോട്ടം ഉണ്ട്. നീരോട്ടം. ഭാര്യ ചോദിച്ചു, നീരോട്ടം ഉണ്ടെങ്കിൽ ഇടി പോത്തെ നീരോട്ടം ഉണ്ടെങ്കിൽ പുല്ലുണ്ടാവൂടി. പുല്ലുണ്ടെങ്കിൽ പശുവിനെ വളർത്താടി. പശുവിനെ വളർത്തിയ പാല് കിട്ടൂടി. ആ പാലും കൊണ്ട് നമുക്ക് മിൽമയിൽ നീ കറന്ന് തന്നാൽ മതി, ഞാൻ മിൽമയിൽ പൊക്കോളാം. അങ്ങനെ രാവിലെ പാലും കൊണ്ട് പോകുന്നു, വൈകിട്ട് പാലും കൊണ്ട് പോകുന്നു. ആ പട്ടണത്തിരിക്കുന്നു. മനോരമയും മാതൃഭൂമിയും മംഗളവും മാധ്യമം വായിച്ച് ആ പട്ടണത്തിലുള്ള ദുഷ്കാമ പ്രവർത്തികൾ കണ്ടും കേട്ടും നീ അവിടെ സീരിയല് കണ്ടിരിക്കും. ഞാൻ ഈ നടു റോട്ടിലെ തമ്മിത്തല്ലും കണ്ടിരിക്കാം. അങ്ങനെ വൈകിട്ട് വരുമ്പോൾ അതൊക്കെ നിന്നോട് പറയാം. അങ്ങനെ ആ പട്ടണത്തിൽ ദുഷ്കാമ പ്രവർത്തി കണ്ണും കേട്ട് നീതിയുള്ള മനസ്സിൽ നൊന്തു വലഞ്ഞുപോയി പുള്ളി. അപ്പൊ ഈ പുള്ളി പിള്ളേരെ വളർത്താനുള്ള സ്ഥലം അല്ല തിരഞ്ഞെടുത്തത്, പിന്നെ പോത്തിനെ വളർത്ത. അതുകൊണ്ടാണ് ഞാൻ ലോത്ത് എന്ന പോത്തെന്ന് പറയാൻ കാര്യം. മനസ്സിലായി? പക്ഷേ അബ്രഹാമിന് നീരോട്ടം കണ്ടാൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തെങ്കിലും നനവ് കണ്ടാൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാര്യം? അവൻ വാക്തത്വ ദേശത്തേക്ക് പോവുകയാണ്. അന്യദേശത്തു പാരദേശിയായി മന്നീതിൽ കൂടാരവാസികളായി. അന്യദേശത്തു പാരദേശിയായി മന്നീതിൽ കൂടാരവാസികളായി. ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വൻ നഗരത്തിനായി കാത്തു വസിക്കുന്ന, വൻ നഗരത്തിനായി കാത്തു വസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയും. ഇത് ഭയങ്കര ജീവിതമാണ്. നമ്മളെങ്ങനെയാ ജീവിക്കുന്നത് നമുക്കൊന്നും പിടുത്തം കിട്ടുകയില്ല. അത്ര. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ ചെന്നപ്പം പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെടുള്ളൂ. TPM പുള്ളിക്കാരത്തിക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം അവർ ഉപദേശിമാരെന്ന് പറഞ്ഞാൽ മുണ്ട് കൊടുത്ത് ഒരു ജുബായി ഇട്ട് വട്ടക്കഴുത്തൊക്കെ ഇട്ടിട്ട് താടിയില്ല, മീശയില്ല. എന്നെ കണ്ടപ്പോൾ പാൻറ്റ് ഷർട്ട് ചെയ്ത്, പാസ്റ്റർ ആണോ എന്നോട്? ഞാൻ പറഞ്ഞു, അതെ. ഇതെന്നാ പാസ്റ്ററാ? ഇങ്ങനെയുണ്ട് പാസ്റ്റർമാർ. ഇത് പുറത്തിറന്നാലേ അറിയാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞു. അവരാരും വന്നില്ല. അത് അവരുടെ ഒരു രീതി. അവരാരും വരികയില്ല. പിന്നെ ആങ്ങളമാരും പുള്ളിക്കാരത്തിൽ സ്വന്തക്കാരൊക്കെ അവിടെ. അപ്പം ഈ സ്വന്തം 3 ആങ്ങളമാർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെ സ്ത്രീകളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് അവർക്കും വലിയ ഇഷ്ടമായി എന്നെ. 4-ാം പക്കം ഞാൻ അവിടെ ചെല്ലുമ്പം 3 ആങ്ങളമാരിരിക്കുക. ഒരാങ്ങള വികലാംഗന. പുള്ളി ഒരു കോലിങ്ങനെ കുത്തിച്ച് ആ കോലയിലെ കാലിങ്ങനെ വളച്ചിടും. ഇങ്ങനെ കുരുമുളകിൻ്റെ വള്ളി കിടക്കുന്ന പോലെ ചുറ്റി ഇങ്ങനെ പിടിച്ചേക്ക്. അത്ര കാല് വളയും. എന്നിട്ട് ഇങ്ങനെ പുള്ളി നടക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിയും പുള്ളിയായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പം 4-ാം പക്കം ചെന്നപ്പം മൂത്താളിയും ചോദിക്കുക, പള്ളിയിലെ ട്രസ്റ്റിയാണ്. അളിയന് എന്നാ പണി? കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, സുവിശേഷ വേലയാ. അല്ല, എന്നാ പണിയാ അത്? എന്നാ പണിയാ? അപ്പം ഞാൻ പറഞ്ഞു, സുവിശേഷ വേല. അപ്പം 2-ാമത്തെ അളിയൻ ചോദിച്ചു, സൈഡാണോ മെയിനാണോ? ഞാൻ പറഞ്ഞു, സൈഡും മെയിനും ഇതാ. 3-ാമത്തെ ചോദ്യം ഈ അളിയൻ. പുള്ളി ഡെസ്കിൽ നിന്ന് ഇറങ്ങി ഒരു ഈ കാലയിൽ ഇങ്ങനെ കോലയിൽ ഇങ്ങനെ കാല് വളച്ചിട്ട് എന്നോട് ചോദിക്കുക, എങ്ങനാ ജീവിക്കുന്നതെന്ന് എന്നോട്.
ഞാൻ പുള്ളിയോടാ ചോദിക്കേണ്ടത് എങ്ങനെയാ ജീവിക്കുന്നത്. പുള്ളി എന്നോട് എങ്ങനെ, ഞാൻ പറഞ്ഞ കർത്താവ് നടത്തും. അത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു അനുഭവമാണ്. കർത്താവ് എങ്ങനെ നടത്തുമെന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റത്തില്ലെന്ന്. എന്തായാലും വേണ്ടില്ല, ആളീനും കുടുംബമാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത്. സ്വത്രം. അബ്രഹാമും ലോത്തും കൂടെ ഒക്കെ പോവുകയാണ്. 12 വാഗ്ദത്തം. 13 ബഹുസമ്പന്നനായി. ചരിത്രം പറയുന്നില്ല കേട്ടോ, ചരിത്രമൊന്നും പറയുന്നില്ല, ബഹുസമ്പന്ന ചരിത്രമൊന്നും പറയുന്നില്ല, അതൊക്കെ പോട്ടെ. 13-ലെത്തിയപ്പം ലോത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. എന്താ കാര്യം? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമായിരുന്നു, അന്നേരമൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റും. ഇപ്പം പറ്റത്തില്ല, കാരണം ആടുമാടുകൾ പെരുകി നമുക്ക് പിരിഞ്ഞു. എബ്രഹാം സാറ് പറഞ്ഞു, പോയി ചായ എടുത്തുകൊണ്ട് വാ കൊച്ചനീന് പോകാനായിട്ട്. സാറാ പോയി ചായയും കാപ്പിയായിട്ട് വന്നപ്പോഴേക്കും ആള് സ്ഥലം വിട്ടു. അത്രയേ ഉള്ളൂ വീതം വെപ്പ്, വീതം വെപ്പ്. കാരണം എന്താ? ന്യായപ്രമാണം വന്ന ശേഷമാണെങ്കിൽ പോലും നിയമം ആദ്യ ജാതന് കൂടുതൽ എടുക്കാമെന്നാണ്. അബ്രഹാം പറഞ്ഞു, എനിക്ക് വേണ്ട, ന്യായപ്രമാണമൊന്നുമില്ല, നിനക്ക് ഏതാ വേണ്ടത്, ഇന്ന ദേശം എടുത്തോ പൊക്കോ. ഇങ്ങനെയൊക്കെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതാ ഞാൻ പറയുന്നത്, അന്യദേശത്ത് പരദേശിയായി. നമ്മുടെ പാഴ്സേജിൽ തൂക്കിയിടേണ്ട വാക്യം ഏതാ? ഞാൻ ഉപദേശിയായി പാർക്കുന്ന വീട്ടിൽ. പരദേശി. വല്ല ബോധമുണ്ടോ പരദേശിയാണെന്ന്? ഷിജുവേ, അടിപൊളി വീടാണ് കേട്ടോ, പക്ഷെ ഓർത്തോളം എന്താണ്? പരദേശിയാണ്. ഇട്ടിട്ട് പോണം, സക്കലിട്ടിട്ട് പോണം. അപ്പൊ ഓർത്തോളം പരദേശിയാണ്. അപ്പൊ അബ്രഹാം, നമ്മളതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോക്കോ, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തോ. അതെടുത്തോണ്ട് പോയി. അങ്ങനെ ലോത്ത് പിരിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, കൂടെ നടന്ന കൂട്ടു സ്നേഹിതൻ പിരിയുമ്പം ഒരു വിഷമം ഉണ്ടാവില്ലേ? പിരിഞ്ഞു. അടുത്തത്, 600 മൈൽ സഞ്ചരിച്ചപ്പോൾ അപ്പൻ മരിച്ചു. തേര്. വിഷമം ഉണ്ടാവില്ലേ? അപ്പാ ആളുകൾ വന്ന് ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ വസ്തുവ കൊണ്ട്. അപ്പൻ ഇവരെ നോക്കിയിരിക്കും, ഞങ്ങൾ ഇപ്പം വരാം, വാടാലോത്തെ എന്നും പറഞ്ഞ് അരയ്ക്ക് വാൾ ചുറ്റി ഈ പരീക്ഷകളെ പിന്തുടർന്ന് അവരെ ജയിച്ച് മടക്കി കൊണ്ടുവരുന്നവരെ കൂടാരത്തിൽ നോക്കാനൊരാണില്ലേ? അപ്പനാണെങ്കിലും ഇല്ലേ? ഉണ്ട്. അത് മരിച്ചു. ഇനി ആരൊക്കെ പോട്ടെ, ലോത്ത് പിരിഞ്ഞു, അപ്പൻ മരിച്ചു. ഇനി ആരാ കൂടെ ഉള്ളത്? സാറാ. അവിടെ ഒരു രാ വരുന്നുണ്ട്. പിരിഞ്ഞു, മരിച്ചു, മൂന്നാമത്തത് ചിരിച്ചു. അതാണ് നമ്മുടെ വിഷയം. ചിരിച്ചു. അതും വലിയ പ്രശ്നമാണ്. ആ ചിരി ന്യായമായ ചിരിയൊന്നുമല്ല. ഈ 3 സമയത്തും അബ്രഹാം ഒന്ന് പതറാം. ഞാൻ പ്രസംഗിക്കുന്നത് ഇതാണ്, നിങ്ങളൊരു ശരിയായ ആത്മീകനാണെങ്കിൽ ഈ 3 പ്രശ്നങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും. സ്നേഹിതൻ പിരിയും, അപ്പന്മാർ മരിച്ചു പോകും, നിങ്ങളെടുക്കുന്ന സുധീരമായ തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ ഭാര്യമാർ പോലും ആമേൻ പറഞ്ഞെന്ന് വരില്ല. അനന്യാസൊക്കെ ചത്തുപോയത് അങ്ങനെ. സബീറ പറഞ്ഞു കാണില്ല, എത്രയും കൊടുക്കണ്ടെന്ന് പറഞ്ഞു കാണും. അതാ, നല്ല തീരുമാനം എടുക്കുക, ചിലപ്പം പുറയുന്ന വലിക്കാൻ ആള് കാണും. അതാ. അതുകൊണ്ട് ഓർത്തോളം, ഈ 3 സന്ദർഭത്തിലും നമ്മുടെ മനസ്സൊന്ന് പതറാം. അങ്ങനെ പതറിയപ്പോഴാണ് ഞാൻ ബൈബിൾ നോക്കിയപ്പോൾ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽ എന്നെ രോമാഞ്ചം ഉളവാക്കിയൊരു വാക്കുണ്ടെന്നറിയാം. ഈ ജീവിതത്തിന്റെ നാൾക്കവലയിൽ ലോത്ത് പിരിഞ്ഞപ്പോൾ ഇവൻ ചെന്ന്, ദൈവമേ ഇനി ആരുണ്ട് കൂടെ? അപ്പൻ മരിച്ചു, ഇനി ആരുണ്ട് കൂടെ? സാറാ ചിരിച്ചു, പോയി ഇവള് പോലും ഇങ്ങനാണല്ലോ. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, ആ 3 സ്ഥലത്തും ഒരു പദമുണ്ട്. ലോത്ത് പിരിഞ്ഞപ്പോൾ, അപ്പൻ മരിച്ചപ്പോൾ, സാറാ ചിരിച്ചപ്പോൾ, യഹോവ പ്രത്യക്ഷനായി. അതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? മനസ്സിലായവരാണ് ഈ സ്വത്രം അറിയാതെ പറഞ്ഞു പോയത്. ജീവിതത്തിന്റെ നാൽക്കവലയിൽ അബ്രഹാം നിൽക്കുന്നു. കുണ്ടറ ജംഗ്ഷനിൽ, ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ, 4 കൂടെ ജംഗ്ഷനാണല്ലോ. അബ്രഹാം പറഞ്ഞു, കർത്താവേ ലോത്ത് പിരിഞ്ഞു, എങ്ങോട്ട് പോകണം? തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ? സങ്കടപ്പെട്ടു. ദൈവം പറഞ്ഞു, പോട്ടടാ, നിന്നെ വിളിച്ചത് ലോത്തല്ല,
നിന്നെ വിളിച്ചത് ഇടയ്ക്ക് കൊതി നുണയും പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളുകളല്ല നിന്നെ വിളിച്ചതോ. വിളിച്ച സ്ഥലം വരെ എത്തിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവനായ ഞാനാണ് നിന്നെ വിളിച്ചത്. അത് പറയുന്നതിന് പകരമാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത. അപ്പൻ മരിച്ചപ്പോൾ കല്ലറയിൽ വിതുമ്പുന്ന അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായി. പോട്ടെ മോനെ, സാരമില്ല. കാരണം കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകാത്ത ഒരേ അപ്പനും ലോകത്തിലില്ല. എൻ്റെ 26-ാമത്തെ വയസ്സിൽ 27-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. ഞാൻ ആ കല്ലറയിലാണ് ആദ്യം ഒന്ന് കരഞ്ഞത്, മുഖമൊക്കെ മൂടിയ സമയത്ത്. പക്ഷേ ഇതേ വചനം എന്നോടും ദൈവം ഇടപെട്ടു. എന്താണ്? പോട്ടെ, കാലത്തിൻ്റെ യവനികയിൽ കാലം കടന്നു പോകുമ്പോൾ അപ്പന്മാർ മരിക്കും. പക്ഷെ ഞാൻ നിന്റെ അപ്പനല്ല, അപ്പൻ്റെ അപ്പനല്ല. അവരെല്ലാം ഉണ്ടാകും മുൻപ് ഞാനാണ് നിന്റെ ഒറിജിനൽ പിതാവ്. ഞാൻ ഒരിക്കലും മരിക്കുകയില്ല മോനെ. നിന്നെ മക്പേലയ്ക്കകത്ത് അടക്കം ചെയ്താലും ആ കല്ലറ വിട്ട് ഞാൻ പോകുകയില്ല. നിനക്ക് വേണ്ടി അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞൊരു പർദീസ ലോകം തന്നെ ഉണ്ടാക്കി വെച്ചും കാത്തിരിക്കുകയാണ് ഞാൻ. നീ മരിച്ച അവിടെ എത്തുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ വിട്ട് പിരിയത്തില്ല. സാറ ചിരിച്ചപ്പോൾ യഹോവ പ്രത്യക്ഷനായി. എന്തുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞ പെണ്ണുണ്ടന്മാരെ തിരഞ്ഞെടുക്കുമ്പം സൂക്ഷിച്ച് തിരഞ്ഞെടുത്തോളാം കേട്ടോ. ഒത്തിരി പ്രാർത്ഥിച്ചു. ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ ചില ഭാര്യമാരും ചേതക്കൻ്റെ സ്കൂട്ടറും ഒരുപോലെ. ചിലത് ഒറ്റയടിക്ക് സ്റ്റാർട്ടാകും, ചിലത് വർക്ക്ഷോപ്പുകാരനെ വിളിച്ചുകൊണ്ടുവന്ന് കിടത്തി മരത്തിന് ചവിട്ടി തുരുമ്പിച്ചാലും ചിലതാകും. സൂക്ഷിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ചേതക്കൻ്റെ സ്കൂട്ടർ പോലെ ഇരിക്കും. ചിലപ്പോൾ കെട്ടി വലിച്ചു കൊണ്ട് നടക്കേണ്ടി വരും. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുക്കും. പറ്റിപ്പോയതാ കൂടെ കിടക്കട്ടെ. ഇനിയുള്ളവരോട് പറയുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, സാറ അബ്രഹാമെ എന്തോ ചിരിച്ചോട്ടടാ. അതൊക്കെ ചിരിക്കും, കാരണം അതൊന്നും ഞാൻ വിളിച്ചതല്ല. അത് തുണ. അതെന്താണ്? എന്ത് തുണ? തക്ക തുണ. അത് കിട്ടിയത് തക്കം പോലെ ഇരിക്കും. ഞാൻ ആരാണ്? കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? പണ്ട് ഞാൻ പറഞ്ഞതാ. തക്ക തുണ എവിടെ നിൽക്കും? ചിലപ്പോൾ പുറത്ത് നിൽക്കും. നിങ്ങളെ ആശുപത്രി കൊണ്ടുപോകുന്നു, മഹാത്മാഗാന്ധി പോലെ തലയൊക്കെ മുട്ടയടിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഓപ്പറേഷന് പോവാം. നമ്മുടെ ഭാര്യ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ സാരമില്ല അച്ഛാ, ഒക്കെ ശരിയാവച്ച സാരമില്ല അച്ഛാ. ഓപ്പറേഷൻ തീരെ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക, കയ്യെ പിടിച്ച്. അവിടെ ചെല്ലുമ്പോൾ നോ അഡ്മിഷൻ, അഡ്ജസ്റ്റ് ചെയ്യാം. മലയാളം ചങ്ക് കൂട്ടും. എന്താ? അന്യർക്ക് അകത്ത്. ഇപ്പം നമ്മളാരാന്ന്? നമ്മളെ ഈ താലി കെട്ടിയ ഭാര്യ ആരാന്ന്? നമ്മുടെ DNA ജനിച്ച പിള്ളേർ ആരാന്ന്? അപ്പം അമ്മായിയും കൊച്ചപ്പനൊക്കെ ആരാന്ന്? എന്നിട്ട് ആശുപത്രി ഓപ്പറേഷൻ അകത്തോട്ട് വന്നു ഡോക്ടർ നിൻ്റെ കൊച്ചപ്പൻ്റെ മോനാന്നോ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഈ പിള്ളേരൊക്കെ പോകുന്നൊക്കെ അമ്മായിയുടെ മക്കളാന്നോ? ഈ പോകുന്നവരുടെ കയ്യിൽ സമാധാനത്തിന് എന്തെങ്കിലും ഉണ്ടോ? കത്തി, കുറുപിടി, നൂല്, സൂചി ഒക്കെ അല്ലേ? അല്ലേ? എന്നിട്ട് നമ്മൾ പുറത്തിരിക്കുന്നു. എപ്പോഴാണ് കാണുന്നത്? രാവിലെ 11:30, ഉച്ച കഴിഞ്ഞ് 3:30. പച്ചക്കട്ടൻ മാറ്റി നോക്കി പുള്ളി ഇങ്ങനെ കിടക്കാക്കി നാവലി കിടക്കുന്ന പോലെ. നിങ്ങളുടെ ഭാര്യ ആണ്ടത് അവിടെ വന്ന് നിൽക്കുമ്പോൾ ഭാര്യ പുള്ളി ഇത്രയേ ഉള്ളൂ. ചെറുമേലച്ഛൻ പറഞ്ഞ പോലെ ICU. ഇന്നവരാണ് നമ്മളെ കാണുന്നത്. ഞാൻ ദൈവത്തെ കാണുന്ന സ്ഥലമാണത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മിണ്ടാൻ പോലും പറ്റാതെ അവിടെ കിടക്കുമ്പം നിങ്ങളുടെ ICU യൂണിറ്റിൽ ഇറങ്ങി വരുന്ന വേറൊരാളില്ലേ? ആ ആളുടെ പേരാ കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അതുകൊണ്ട് 3 പേരുടെ സന്ദർഭത്തിൽ ദൈവം പറഞ്ഞു, അവരൊക്കെ വിട്ടോട്ടെ, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുമാറുകയില്ല. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിങ്ങനെ നിലനിൽക്കാൻ കാരണവും അനേക പ്രതിസന്ധികളിൽ സ്നേഹിതന്മാർ പിരിഞ്ഞപ്പോഴും പിതാക്കന്മാർ മരണപ്പെട്ടപ്പോഴും കുടുംബത്തിലുള്ളവർ നിനക്ക് എതിരായി നിന്നപ്പോഴും കാലാകാലങ്ങളിൽ നിനക്ക് പ്രത്യക്ഷതകൾ നൽകി നിന്നെ കൈവിടാതെ 2021 അവസാന സമയം വരെ നിന്നെ നടത്തിക്കൊണ്ടുപോയ ദൈവത്തെ അനുഭവിച്ചവർ കരമടിച്ചോ എന്ന് പകൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ആര് പിരിഞ്ഞാലും ആര് മറന്നാലും മറക്കാത്ത സ്നേഹിതൻ
ദൈവം. നമ്മുടെ വിഷയത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരാം, ഇല്ലേ? വാച്ചിന്റെ ക്ലോക്കിന്റെ സമയമൊക്കെ ശരിയാണല്ലോ അല്ലേ? അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. ഇപ്പൊ സാറ പറഞ്ഞു, അച്ഛാ എന്തോ എനിക്ക് വയ്യ. എന്തോന്ന് വയ്യ? ഞാനിനി പ്രതീക്ഷിക്കുന്നില്ല. കാലം കുറയായി. അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് ഇറങ്ങി പുറപ്പെട്ടെ? 75. അന്നേരം എന്തോ പറഞ്ഞു, കൊച്ചിനെ തരാമെന്ന്. എത്ര നാളായി? കുറെ നാളായി. നമുക്കിനി അത് തരുമെന്ന് പ്രതീക്ഷയില്ല. എന്താ കാര്യം? സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി. വളരെ സയന്റിഫിക്കലായിട്ടാണ് പറഞ്ഞത്, തെറ്റായ കാര്യമൊന്നുമല്ല. സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി. അന്നേരം അബ്രഹാം പറഞ്ഞു, അത് കാര്യമില്ല, അതൊക്കെ ദൈവം തരാന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ വ്യത്യാസം പറയാം. ആള് പറഞ്ഞു, എന്തോന്ന് ദൈവം തരാന്ന്? സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അച്ഛന്. മനസ്സിലായി. എന്നാ ഞാൻ നടക്കുകയില്ല. ഹാഗാറിനെ തരാം. മരിക്കുന്നതിന് മുൻപ് വേറെ ഒരാളാണ് പ്രസവിച്ചെങ്കിൽ എൻ്റെ അച്ചായൻ്റെ കുഞ്ഞാണല്ലോ, ഞാൻ അതിൻ്റെ കയ്യും കാലും വളരുന്നത് നോക്കി അങ്ങനെ അങ്ങോട്ട് ആശ്വസിച്ചോളാം. അങ്ങനെ അബ്രഹാം സാറായുടെ വാക്ക് അനുസരിച്ചു. പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുകയാണ്, അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. പുതിയ നിയമത്തിൽ സാർ അബ്രഹാമിനെ അനുസരിച്ചു. അപ്പൊ ആരൊക്കെ അനുസരിക്കണം? സകല പെന്തിക്കോസിലെ ഉപദേശിമാരും വന്നിച്ചു, ഭാര്യയോ ഭർത്താവിനെ അനുസരിക്കേണ്ടതാകുന്നു. ഞാൻ തിരിച്ച് പ്രസംഗം പറയും, അതൊന്നുമല്ല ഭാഷയെ, ആക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഈ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യ അനുസരിക്കണ്ടേ? വേണ്ടേ? ഇവിടെ നിന്ന് ആരും പറയാറില്ല ഇത്. ആര് പറഞ്ഞു ഈ ഒറ്റയ്ക്കാ ചെയ്യണമെന്ന്? ആരെ പറഞ്ഞേ? ഭർത്താവിനോട് നീ വിശ്വസനായിരിക്കണം, ഭാര്യ വിശ്വസനായിരിക്കണ്ടേ? ഈ 4 കൂട്ടം കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഉദാഹരണം, അനുസരണം. പഴയമത്തിൽ അബ്രഹാം സാറയെ, പുതിയമത്തിൽ സാർ അബ്രഹാമിനെ. അതെങ്ങനെ ശരിയാക്കുന്നത്? ശരിയാക്കി തരാം, നിങ്ങൾ ശരിയാക്കുന്ന കണ്ടുപിടിച്ചോ. പിന്നെ പാസ് പിന്നെ വട്ടം കൂടിയിരിക്കുക. അന്നേരം അമ്മാമ്മ ഇങ്ങോട്ട് വന്നു. പാസൊരു മണ്ടത്തരം പറഞ്ഞു. ആഫ്രിക്കയിലെ മെൽബൺ ഓസ്ട്രേലിയയില, എന്നാലും പാസ് പറഞ്ഞു ആഫ്രിക്കയിലെ മെൽബണിൽ വെച്ച്. അപ്പൊ ആന്റി പറഞ്ഞു, അച്ഛാ ആഫ്രിക്കയിലല്ല, മെൽബൺ. പോഴത്തരം മിണ്ടാൻ 10 വെച്ചിരിക്കുക. പാസ് പറഞ്ഞു, നിന്നെ ആരുടെ ഇവിടെ വിളിച്ചപ്പോ ആണ് സംസാരിക്കുന്നത്. അപ്പൊ ആന്റി എന്തോ പറഞ്ഞു? ഒരക്ഷരം മിണ്ടാതെ. കാര്യം ആന്റി പറഞ്ഞതാ ശരി. കാരണം ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഈ പുള്ളി അറിയാതെ പറഞ്ഞു ഈ ആഫ്രിക്ക. ആന്റി പറഞ്ഞത് കറക്ഷൻ ശരിയാ, പക്ഷെ കേറിപ്പോടി അകത്തെന്ന് പറഞ്ഞ ഒരക്ഷരം മിണ്ടാതെ കയറിപ്പോകൊള്ളണം എന്ന് പറഞ്ഞ പരസ്യമായി ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. നിങ്ങളുടെ ശരീരത്തിനെ കളരിമർമാണി ഒഴിവാക്കാൻ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഭാര്യമാരെ എപ്പോഴാണ് അനുസരിക്കുന്നത്? ഈ വന്ന വിഐപികളൊക്കെ പോയി കഴിയുമ്പം ആദ്യം ഇങ്ങോട്ട് വരും. ഒക്കെ പോയി ഇങ്ങോട്ട് വന്നേ, അന്നേരം മിണ്ടാതെ എന്നുള്ളു. കാരണം നമുക്കറിയാം നമ്മൾ പറഞ്ഞ തെറ്റാണ്. എന്താ കാര്യം? നിങ്ങളുടെ ജീവിത സുഖം നന്നാകാൻ അത് ചെയ്യുന്ന നല്ലതാണ്. ഞാനൊക്കെ ഇത് ചെയ്താ ജീവിച്ചു പോണേ പാസ്റ്റർ. പരസ്യമായി എന്തോരും പോണത്തരം പറയും ചിലപ്പോഴൊക്കെ. ഇവർക്ക് സാധാരണ ഇവർക്ക് ഊടുബുദ്ധിയുണ്ട് ഭാര്യമാർക്ക്, അവരതും പറഞ്ഞു തരും ചിലപ്പോൾ. അപ്പം ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യണം. പരസ്യമായി ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. രഹസ്യമായി ഭാര്യമാരെ അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ വേറെ നിങ്ങൾക്ക് നല്ലത് അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടറിയാം അതൊക്കെ ശരി, അങ്ങനെ തന്നെയാണ് ഭാഷ പോകുന്നത്. അത് അങ്ങനെ അതാ നല്ലത്. അങ്ങനെ രംഗത്ത് വന്ന് കൊച്ചു വന്നെന്ന 10-14 വയസ്സായി എന്ന അങ്ങനെ ഇരിക്കും അബ്രഹാം പിന്നെയും പ്രാർത്ഥിക്കാൻ പോയി. 18:1 ഉൽപ്പത്തി 18:1. നമ്മുടെ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. അറ്റൻഷൻ. ഈ അബ്രഹാം പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഒരു സ്ഥലത്തുമില്ല.
പക്ഷെ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യോസഫ്, അബ്രഹാം പ്രാർത്ഥന വീരനായിരുന്നു, ഒരു സ്ഥലത്തുമില്ല. ആരാധനാ വീരനായിരുന്നു. പക്ഷെ അബ്രഹാം പ്രാർത്ഥനാ വീരനായിരുന്നു ചിന്തിക്കാവുന്ന ഒരേ ഒരു വചനം ഇതാണ്. എന്താ കാര്യം? കൂടാരവാതിക്കൽ ഉച്ചയായപ്പോൾ പുള്ളിരിക്കുക. എപ്പോൾ ഇരിക്കുന്നേ? നട്ടുച്ചയ്ക്ക്. എന്നെ നട്ടുച്ചയ്ക്ക് ഇരിക്കാൻ കാര്യം? രണ്ട് വ്യാഖ്യാനം. നമ്മളൊക്കെ എപ്പോഴാണ് വീടിന് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്? ഒന്നുകിൽ രാവിലെ, ആ വെയിൽ കൊള്ളാം, ഇല്ലെങ്കിൽ വൈകുന്നേരം. നട്ടുച്ചയ്ക്ക് ഒരാൾ ഈ വീടിന് വെളിയിലിറങ്ങി ഇങ്ങനെ വെയിലും കൊണ്ടിരിക്കുക, എൻ്റെ അർത്ഥം തോന്നാം വീട്ടിനകത്തുള്ളതാത്തില്ല ഫസ്റ്റ് ക്ലാസ് സാധനമാണെന്നാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. സ്വൈര്യം കൊടുത്തിട്ട് വേണ്ടേ? ബൈബിളിനകത്തുണ്ട്, ഈ എൻ്റെ കൂടുന്ന സ്ത്രീയുടെ കൂടെ പറഞ്ഞ വീടിൻ്റെ കോണിൽ പോയി, അത് കോണിനെ കയറാൻ കോണിപ്പടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മുറ്റത്ത് വന്ന് ഇരിക്കുന്നത്. അത് ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, പഴയമത്തിലും പുതിയമത്തിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഭക്തന്മാർ പ്രാർത്ഥിച്ചിരുന്നു. അവർക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ച് പ്രാർത്ഥിക്കും അവര്. അതാണ് ഏലിയാവ് തല പൊക്കി നോക്കിയപ്പോൾ കാർമേ കൈപ്പത്തി പോലെ പൊങ്ങുന്നത് കണ്ടു. ഇസഹാക്ക് മരുഭൂമിയിൽ ധ്യാനിപ്പാൻ പോയി, തല പൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. കണ്ടോ? പഴയമത്തിലൊരു ബോഡി ലാംഗ്വേജ് ആണ് തല പൊക്കി നോക്കുക. അപ്പൊ ഇവിടെ അബ്രഹാം തലപൊക്കി എന്ന വാക്കിൽ നിന്നും ഞാൻ എടുക്കുന്നത് അബ്രഹാം എന്ത് ചെയ്യുകയായിരിക്കണം? പ്രാർത്ഥിക്കുകയായിരിക്കണം. എന്തിനു വേണ്ടി? അതാണ് വിഷയം. കർത്താവേ, 10-14 വയസ്സുള്ള പയ്യൻ ഇവിടെ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞത് ഇതല്ലല്ലോ, എന്നോട് പറഞ്ഞതല്ലല്ലോ. അതുകൊണ്ട് അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു നോക്കിയപ്പം കൂടാരവാതിക്കൽ 3 പേർ വന്ന് നിൽക്കുന്നത് അവൻ കണ്ടു. ഇന്ന് ഈ പകൽ ദൈവമക്കളെ, അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്തം 75-ാമത്തെ വയസ്സിൽ, ഇപ്പോൾ വയസ്സ് 99, 24 കൊല്ലമായി ഒരു വിഷയത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോട്? കീബോർഡ് ഇല്ലാതെ, 8-ാമത്തെ കട്ടയിൽ പിടിക്കാതെ, ടാമർ ഇല്ലാതെ, കിലുക്കട്ടമില്ലാതെ, ഒരു ഗായക സംഘവുമില്ലാതെ, വായിക്കുന്ന വാക്യത്തിന് ആമേൻ പറയാൻ ആളില്ലാതെ, ഒറ്റയ്ക്ക് മമ്രയുടെ തോപ്പിൽ മുട്ടുകുത്തുമ്പോൾ ദൈവം ഇറങ്ങി വരും. ആ ദൈവം അവനെ 24 കൊല്ലം വെയിറ്റ് ചെയ്യിപ്പിച്ചെങ്കിൽ, എപ്പോഴും സംസാരിക്കുന്ന ദൈവം 24 കൊല്ലം വരെ അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചെങ്കിൽ, ആ തലമുറയിൽപ്പെട്ടവരാ നമ്മൾ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. നീ എത്ര കൊല്ലം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിന്റെ പ്രാർത്ഥനയും നിന്റെ വാഗ്ദത്തവും ദൈവം നമ്പരാനാണ് തന്നതെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ പഞ്ചായത്തിന്റെ തല കുനിച്ചായി ഇരിക്കുന്നതെങ്കിൽ നിന്റെ തല ഉയർത്തുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നവർക്കായി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മറ്റ വലിപ്പത്തിനായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന പകലായിരിക്കട്ടെ ഇന്ന് പകൽ. എനിക്കവിടെ ഒത്തിരി കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളം വ്യത്യാസങ്ങൾ. ഇവൻ ചാടി എഴുന്നേറ്റു, അതവിടെ ഇല്ല. പക്ഷെ ഓടിച്ചെന്നു, അതവിടെ ഉണ്ട്. നിലം വരെ കുനിഞ്ഞു, അതവിടെ ഉണ്ട്. നോക്കിക്കേ, ആര്? എത്ര വയസ്സ്? 99. പറഞ്ഞു വിടാൻ എളുപ്പമാ. നിങ്ങളെ കൊണ്ട് പറ്റൂ? ചാടി എഴുന്നേക്കുക, നിങ്ങളെ കൊണ്ട് പറ്റൂ? ഞാനങ്ങനെ നോക്കുമായിരുന്നു, കസേര തികയാതെ വന്നപ്പോൾ എത്ര പിള്ളേർ താഴോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടെന്ന്. ആരും ഇറങ്ങിയിരിക്കുക? ആരിറങ്ങിയിരിക്കുക? ഈ പെങ്കൊച്ചിനെ അങ്ങോട്ട് മാറ്റിയിരുത്തല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങി ആരും ഇരിക്കുന്നില്ല. ഇനി നിലത്ത് ഇരിക്കുന്ന സഭയിൽ ചെല്ലുമ്പോൾ ചില വർഷിപ്പിച്ചോട് നമ്മളെല്ലാവരും ഇപ്പോൾ പാട്ടുകൾ കേട്ടുകൊണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്ന് എല്ലാവരും എഴുന്നേറ്റാട്ടെ. എന്നിട്ട് ഞാനത് നോക്കും, ആൾ എഴുന്നേക്കുന്ന എങ്ങനെയാണെന്ന് കേട്ടോ. ചിലരിങ്ങനെ ചമ്രം പടിഞ്ഞ് അവർ ഇങ്ങോട്ട് ഇങ്ങനെ കയ്യുത്തിയായിരിക്കും, അവർ ഇപ്പുറത്തെ കയ്യൊന്ന് കുത്തും. ദോശ മറിച്ചിരുന്ന പോലെ മറുവശം 2 കൈയും മുന്നോട്ട് പിടിക്കുത്തി എഴുന്നേൽക്കുകയാണ്. അടുത്ത രംഗം. ആ നിപ്പ് കണ്ടാൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, ഇവർ മൃഗത്തിൽ നിന്ന് ഒരു വാലിൻ്റെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അങ്ങനെ എഴുന്നേൽക്കുക, വേളിക്ക് കൈ കൊടുത്തോ,
കടത്തനാടൻ കളരി 18 പിടിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് മാറി ശ്വാസം വിട്ട് പിന്നെ പുസ്തകം കൊടുത്ത് തുപ്പലം തൊട്ട് നോക്കി 1.25 തുപ്പലം ആ പുസ്തകത്ത് വെച്ച് മറിക്കുകയാണ്. ഈ പാടുന്ന പാട്ട് ഏതാണെന്നറിയാൻ. അപ്പോഴേക്ക് ആമ്പിളര് പാട്ടുപാടി ആത്മാവിലായി ബന്ധനം കഴിഞ്ഞ് ഇന്ധനവും തീർന്ന് അവർ പോയിരിക്കും. നമ്മളൊക്കെ എഴുന്നേറ്റ് വരാനുള്ള മടിയ. ഈ പുള്ളി ചാടി എത്ര വയസ്സ്? 99. ഓടിച്ചെന്നു. എത്ര വയസ്സ്? ഉറക്കപ്പറ. നിലം വരെ കുനിഞ്ഞു. എത്ര വയസ്സ്? നിലം വരെ കുനിയാതെ എത്ര പേരുണ്ട് ഇവിടെ? ഇങ്ങനെ നിലം വരെ കുനിയാതെ എത്ര പേരുണ്ട്? എൻ്റെ അർത്ഥം എന്നാന്നല്ലോ മനസ്സിലായോ? ഈ അമ്മച്ചിക്ക് അന്നേരം വയസ്സ് 89. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതറിയാമല്ലേ? അബ്രഹാമും സാറ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന്? 10. അടുത്ത പോയിന്റ്. കല്യാണം കഴിക്കുമ്പം 10 വയസ്സിന് താഴെയുള്ളവനെ കെട്ടണം. ഞാൻ വചനപ്രകാരം അല്ലേ പറയുന്നത്. ശിശു എന്തി പോയോ? അപ്പൊ ഈ കെട്ടിയവരവിടെ ഇരിക്കട്ടെ. ബൈബിൾ പറയും നമ്മുടെ വിശ്വാസത്തിന്റെ നായനേശമാണ്. നമ്മുടെ പിതാക്കന്മാർ അബ്രഹാമിന് പകരം വെക്കുന്നത്. അപ്പൊ അബ്രഹാം 10 വയസ്സ് താഴെ കല്യാണം കഴിച്ചു. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? അതാണ് വചനം. പിന്നെ നമുക്കറിവില്ലാതെ കല്യാണം കഴിച്ചു പോയി, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ 6 മാസത്തെ വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോൾ തിരുത്താൻ പറ്റുമോ? അതുകൊണ്ട് എഴുതി അതവിടെ ഇരുന്നോട്ടെ. ഇനി ഈ ഭൂമിയിൽ വേറെ കല്യാണവും ഇല്ല. അതുകൊണ്ട് ഇനി കഴിക്കാനുള്ള വിളി. ഞങ്ങളോ എലിക്കണി വീണതുപോലെ വീണു. നിങ്ങളുടെ കാര്യമായി പറയുന്നത്. 10 വയസ്സ് താഴെയുള്ളതിന് വേണം കല്യാണം കഴിക്കാൻ. ഇത് വചനത്തിലുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, പാഷേ അത് എങ്ങനെ? ഞാനിത് പഠിച്ചതിന് ശേഷം ഞാൻ ബിജിയെ മിനിമം 5 വയസ്സിനും 10 വയസ്സിനിടയിലുള്ള പിള്ളേരെ വേണം നമ്മുടെ പിള്ളേരെ കൊടുക്കാൻ. 10 വയസ്സ് ഞാൻ പറഞ്ഞ 10 വയസ്സ്. 10 വയസ്സ്. എൻ്റെ മൂത്ത മോൾക്ക് 18 വയസ്സുള്ളപ്പം 28 വയസ്സുള്ള ഞാൻ കെട്ടിച്ചു. 10 വയസ്സ്. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അവർ പറഞ്ഞു, പപ്പ 10. എടി ഇത് വചനത്തിലുള്ളതാണ്. എന്നാ എൻ്റെ കാര്യം പലതുണ്ട്. ഞാൻ 100 കൂട്ടം കാര്യം പറയാം. ഒന്ന് പിടിച്ചോ. ഒരു ദിവസം ഞാനവിടെ വീട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ, ഈ പിന്നെ പിള്ളേരൊക്കെ വിളിക്കുന്ന എങ്ങനെയാ? ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ പ്രേമിക്കുന്നേ, അവനെ കിട്ടുന്നേ, അവനെന്താ വിളിച്ചോണ്ടിരുന്നേ? കൊരങ്ങേ, എടാ മരത്തലയാ, എടാ ഹോങ്ങണ്ട, നീ എവിടാണ് നാളെ വരുന്നേ? നിനക്ക് അവനെ കല്യാണം കഴിച്ചാൽ പിന്നെ ഹോങ്ങണ്ടി എന്നല്ലാണ്ട് പിന്നെ നിന്നെന്തോ വിളിക്കുക? അതാ ഞാൻ ചോദിക്കുന്നേ. അവനെ കല്യാണം സച്ചിൻ തെണ്ടുൽക്കർ അഞ്ജലിയെ കെട്ടി മൂത്തതാണ് മണ്ണാങ്കറ്റ. അവരൊക്കെ പുറത്തു പറയാത്താണ് പല കാര്യങ്ങളും. ഇല്ല പക്ഷേ നമ്മൾ പഠിക്കണതൊക്കെ നമ്മൾ ബൈബിളിലേക്ക്. അവർ തന്നെ സച്ചിൻ തെണ്ടുൽക്കറല്ലേ, നമ്മൾ ബൈബിളിലേക്ക് വാ. ഞാൻ ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പം ഒരു കണ്ണറിയമലത്തിന് പട്ടിയുണ്ട് എൻ്റെ മൂത്ത മോളുടെ വീട്. അപ്പം അജു എൻ്റെ കൂടെ അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി വന്ന്. അപ്പം ഗേറ്റ് അടയ്ക്കുന്നപ്പം പെർസിസ് വന്നിട്ട്, അച്ചാ ആ പട്ടീനെ ഒന്ന് അഴിച്ച് വിടാമോ? ഓ, അത് കേട്ടപ്പോൾ എനിക്ക് കുളിര് കൂരി. എന്തോന്ന്? അച്ചാ എന്ത് മാധുര്യം. അപ്പൊ കൂടെ പഠിച്ചോണം അവർ അച്ഛാ ആ പട്ടി കൂടെ അടച്ചിട്ട് വരൂ എന്ന് പറയില്ലേ? കൂടെ പഠിച്ചവനാണെങ്കിൽ പറയൂ. അവർ അച്ഛാ പറയത്തില്ലേ? പറയും. എനിക്കൊന്നും ഉൾക്കൊള്ളുമ്പോൾ ഞാനൊരു പഴയ ഉപദേശിയാ മാസം എനിക്ക് പറ്റുകയില്ല. അവരച്ഛാ അവരച്ഛൻ സ്വത്രം യജമാനെന്ന് പറഞ്ഞാൽ അതാണ് അവരച്ഛൻ. അപ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലേ? രണ്ടാമത്തെ കൊച്ചും അച്ചാച്ചാന്ന് വിളിക്കുന്നത്. രണ്ടുപേരും അച്ചാച്ചന്മാരായി. എൻ്റെ ഭാര്യ എന്നെ വിളിക്കണമെന്ന് അറിയാമോ? ഇതുവരെ എന്നെ വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് വരെ ഞാൻ 100 വട്ടം പറഞ്ഞു, എടി എന്തേലും ഒന്ന് വിളിക്കടി, എന്നെ വിളിക്കാനാ. അതെ പിന്നെ അവള് അമ്മ വിളിച്ചോ? അപ്പോഴേ എപ്പോ ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചി പറമ്പിൽ അച്ചായം പണിയെടുക്കുമ്പം വട്ടേനക്കകത്ത് കപ്പയും പുഴുങ്ങി വെച്ചോണ്ട് എങ്ങോട്ട് പോയി എന്നാലും പുള്ളി അവിടെ അങ്ങോട്ട് പോവാ. അങ്ങനെ ആ നാട്ടുകാരെ പുള്ളിക്ക് പേരിട്ടു എങ്ങോട്ട് പോയി. പുള്ളിയുടെ പേരാ എന്തോന്ന്? എങ്ങോട്ട് പോയി. പുള്ളി എവിടെയെങ്കിലും പോകുമ്പോ എങ്ങോട്ട് പോവാ. പാരിട്ട് കൊടുത്ത ചാർത്തി കൊടുത്ത പേരാ. കല്യാണം കഴിയുമ്പോ തന്നെ എന്തോ വിളിക്കുന്നേ? അച്ചാച്ചൻ. ഓ കുമാരി എന്നാണോ വിളിക്കുന്നത്? വിളിച്ചോളാം സൗകര്യം പോലെ.
അപ്പം നോക്കി 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇനി അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ വിളി നല്ല സൂപ്പറായി. 2, ഈ പെൺപിള്ളേരെ ഒരു പ്രസവം കഴിയുമ്പം ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവും. അറിയാമോ? എൻ്റെ മോള് 19-20 വയസ്സിൽ കൊച്ചിനെ പ്രസവിച്ചു. ഇപ്പം അവർ രണ്ടുപേരെയും കണ്ടാൽ വലിയ വ്യത്യാസമില്ല. ഇവളിച്ചിരെ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും ഇങ്ങനെ 6 പാക്കായിട്ടിരിക്കുക. അവർ പ്രസവിക്കുന്നില്ലല്ലോ, ടീഷർട്ടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇതുങ്ങൾ നല്ല ലെഗിൻസൊക്കെ ഇട്ട് നടന്ന പിള്ളേർ ഒരു പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ശരീരം അയഞ്ഞു. 5 വയസ്സ് അവർക്ക് പ്രായം കൂടുതൽ തോന്നും ഒരു പ്രസവം കഴിഞ്ഞാൽ. അപ്പം അന്നേരം എത്ര വയസ്സിൻ്റെ വ്യത്യാസം തോന്നുള്ളൂ? പിന്നെ 5 ഉള്ളൂ. മനസ്സിലായോ? പിന്നെ 5 ഉള്ളൂ. അതാ. അപ്പം അങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ 2-3 പ്രസവമൊക്കെ കഴിഞ്ഞാലും ഈ 5 വയസ്സിൻ്റെ ഡിഫറൻസിൽ അങ്ങനെ പൊക്കോളും. അതിൻ്റെ വ്യത്യാസം. ഈ ഒരുമിച്ച് കല്യാണം കഴിച്ചാലോ, ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചാലോ, അത് പറയാം. ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞൊരു കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പം ഇപ്പോൾ പിള്ളേതിനെ അടുത്ത് നിൽക്കുക. അന്നേരം ഇത് അമ്മയാണ്. മേലാൽ നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങും അമ്മയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ ചെയ്യാനാ? മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഇതൊക്കെ നാളെ സംഭവിക്കാതിരിക്കണമെങ്കിൽ, അത് ഞാൻ പറയും, സംഭവിച്ചവർ ഇന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യരുത്, അവിടെ കിടന്നോട്ടെ. നാളെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പിള്ളേർ ശ്രദ്ധിച്ചോളണം. ഇനി മറ്റൊന്ന്, നിങ്ങൾ കൊണ്ടുവര ആശുപത്രി പോവുക, ഹോസ്പിറ്റലിൽ. ഒരാൾക്ക് എത്ര വയസ്സ്? 70, മറ്റാൾക്ക് 80, അച്ചായന് 80. അപ്പം അച്ചായനെ തീമ്പിനാ കണ്ണ് കാണാൻ വയ്യ. അപ്പം റോഡ് മുറിച്ച് കിടക്കണം. അപ്പോൾ ആർക്ക് കയ്യെ പിടിക്കാം? എൻ്റെ അമ്മാമ്മയ്ക്ക് കണ്ണ് കാണാം. എൻ്റെ കയ്യെ പിടിച്ചോ, കൺമണി നീ ഞാൻ കരം പിടിച്ചാലെന്ന് പറഞ്ഞ് അപ്പുറത്തോട്ട് പോകുക. ശരിയാണോ? എത്ര പേര് ഞാൻ കടറുണ്ട്. അതേസമയം ഒരേ പ്രായത്തിൽ വെച്ചു 2 പേര് 4 കണ്ണും കാണാൻ മേല. പിന്നെ ആര് കടത്തും? എവിടെ ഞാൻ കാണുന്നില്ല മനുഷ്യ. പിന്നെ നിങ്ങളുടെ എവിടെ? ആര് കൊണ്ടുപോകും ആശുപത്രിയിൽ? നിങ്ങളുടെ ആശുപത്രി ആര് കൊണ്ടുപോകും? ഇത് മോളെ ഞാൻ ചുമ്മാ ചിരിക്കാൻ വേണ്ടി പറയുന്നതാണോ പാസ്? ഇതൊക്കെ ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക കാര്യങ്ങൾ. ഞാൻ പിള്ളേർ ക്ലാസ് എടുക്കുന്നതാണ്. ഇത് കർശനമായി പറഞ്ഞുകൊണ്ട് ഇനി പിള്ളേർ നാളെ തന്നെ ഏതോ 10 വയസ്സിന് താഴെ എന്നും പറഞ്ഞ് LKG പോകുന്ന കൊച്ചിൻ്റെ പുറത്ത് ബുക്കിടുന്നത് എഴുതി വെച്ചേക്കരുത്. നിങ്ങൾ സമാധാനമായിട്ട് അവിടെ ജീവിക്കുക. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞോട്ടെ. പറ്റിപ്പോയതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനിയുള്ള കാര്യങ്ങളായി പറയുന്നേ. അപ്പൊ ഈ പുള്ളിക്കാറ്റി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് ഫിസിക്കലി പറ്റത്തില്ല. അബ്രഹാമോ എഴുന്നേക്കുന്നു, ഓടുന്നു, ചാടുന്നു. അർത്ഥം ഈ പുള്ളി 6 പാക്കാണ്. എത്രാമത്തെ വയസ്സിലും. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ നിറവേറിയിട്ടില്ല. ഞാനെങ്ങനെ കട്ടൻ കാപ്പിയും കുടിച്ച് 6 റൂട്ട് ബിസ്ക്കറ്റും തിന്ന് ഇനി ജീവിതമൊന്നുമില്ല. നല്ല ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉണ്ടെന്നേ, അതുവരെ ഞാൻ ചാകത്തുമില്ല. സ്വത്രം. പക്ഷെ അപ്പുറത്ത് അങ്ങനല്ല. എന്നെ കൊണ്ടിനി പറ്റത്തില്ല. ഇവിടെ ഞാൻ ചാകുകയില്ല. 2 പേരെയും വ്യത്യാസം കണ്ടോ? അതുകൊണ്ടാണ് പുള്ളി നേരെ ഓടി നിലം വരെയുണ്ട് കുനി. യജമാനനെ. അടുത്ത വെളിപ്പാട് തുടങ്ങാൻ പോവുകയാണ്. എന്തോ വിളിച്ചു? 3-ാമത്തെ വാക്യം യജമാനന്മാരെ എന്നാണോ? എത്ര പേരുണ്ട് വാതുക്കെ? 3 പേര്. എന്തോ വിളിക്കണം? യജമാനന്മാരെ, ബഹുവചനം. എന്തോ വിളിച്ചു. അപ്പൊ ആരെ വിളിച്ചത്? ഒരാളെ. ബാക്കി 2 പേരെന്തി അവിടെ ഉണ്ട്. എന്താ വിളിക്കാത്തത്? അതാ വെളിപ്പാട്. എന്ത് വെളിപ്പാട്? അബ്രഹാമിന് മനസ്സിലായി ഇത് 3 ദൂതന്മാരും ഒന്നും അല്ല മോനെ, എന്നെ കളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഒരു ദൂതൻ ഒരു വാളുമായി ഒരു പടക്കളത്തിൽ ഇറങ്ങിയാൽ 1,00,000-ലധികം ആളുകളെ ഒറ്റ വീശാൻ ദൂതന് കഴിയുമെന്നിരിക്കെ, ഏഴയും പുഴുവും കൃമിയും പൊടിയും പാട്ടയും തുരുമ്പും പഴഞ്ചാക്കുമായി എൻ്റെ അടുത്തോട്ട് 3 പേരെന്തിനാ ഇങ്ങനെ ആനയിച്ചോണ്ട് വരുന്നേ? ഉത്തരം മനസ്സിലായി. ഇതിനകത്ത് ആരുണ്ട് മാസ്റ്ററേ? ഇത് സൈന്യ സമേതനായ രാജാവ് എഴുന്നള്ളി വന്നിരിക്കുക. 24 കൊല്ലം മുൻപ് എന്റെ ചെവിയിൽ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ആദ്യമായി വീട്ടിലേക്ക് വരികയും അവൻ പറഞ്ഞു, യജമാനനെ. ഞാൻ ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ദൈവത്തെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. യജമാനനെ. വെളിപ്പാട് വേണം. ആരാ പ്രസംഗിക്കുന്നത്? നമ്മുടെ ഭാഷ. എന്നും കേൾക്കുന്നല്ലേ? അല്ലെന്ന്. ആരാ ഇവിടെ വായിക്കുന്നത്? പാസ്റ്ററിനെ പോലെ. വേറെ ആരുമല്ലേ? അല്ലെന്ന്. സ്ഥിരം പ്രസംഗിക്കുന്ന പാസ്റ്ററാണെങ്കിലും, സ്ഥിരം പാടുന്ന സഹോദരനാണെങ്കിലും, സ്ഥിരം വായിക്കുന്ന സങ്കീർത്തനമാണെങ്കിലും,
ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വരികൾക്കിടയിൽ നിനക്കുള്ള ദൂതത്തിനകത്തുണ്ടാകും. എത്ര പഴക്കമുള്ള പ്രസംഗമാണെങ്കിലും നിനക്ക് ഇതിനകത്തുള്ള സന്ദേശമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മമ്രയുടെ തോപ്പിൽ ദൈവത്തെ ആരാധിച്ചവർക്ക് ജോയി പാറക്കലിന്റെ ശബ്ദത്തിനപ്പുറത്ത് യഹോവയുടെ ഇടപാടുകൾ, അവന്റെ ഇടപെടലുകൾ, യഹോവയുടെ അരുളപ്പാടുകൾ തിരിച്ചറിയുവാൻ കാതുണ്ടാകട്ടെ, ചെവിയുണ്ടാകട്ടെ. സ്തോത്രം. കടന്നു പോകരുത്. ഇന്ന് ഈ പകൽ എത്ര പേര് കർത്താവോട് പറയും, കർത്താവേ 25 കൊല്ലമായി പ്രാർത്ഥിക്കുക, മറുപടിയില്ല. കർത്താവേ 10-15 കൊല്ലമായി പ്രാർത്ഥിക്കുക, മറുപടിയില്ല. ഞാൻ ഇനി ഇത് പ്രാർത്ഥിക്കുന്നില്ലെന്നും പറഞ്ഞ ആ വിഷയം പ്രാർത്ഥന പാക്കേജിൽ നിന്ന് ഷോക്കേസിലേക്ക് എടുത്തു വെച്ചു. ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല ആ വിഷയം. താമ്പരാൻ തരുത്. അങ്ങനെ ഒന്നും പറയല്ലേ. നീ ഇട്ടത് വേസ്റ്റ് ബോക്സിലേക്കല്ല, നിന്റെ അപേക്ഷകൾ വീണത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ മനസ്സോടെ ആരും നെഞ്ചിൽ കൈവച്ചു പറയും, ഈ യജമാനനെ ഇന്നത്തെ സഭായോഗം കടന്നു പോകുന്നതിന് മുൻപ് എന്റെ മറുപടി എന്റെ ശരീരത്തിന്റെ അകത്ത്, എന്റെ ജീവനകത്ത്, എന്റെ സാമ്പത്തിക മേഖലകളിൽ, എന്റെ കുടുംബപരമായ വിഷയങ്ങളിൽ ചില പൈശാചിക ബന്ധനങ്ങൾക്ക് മേൽ ഇന്ന് പകൽക്കാലം യജമാനനെ ഈ യോഗം തീരും മുൻപ്, ആശീർവാദം പറയും മുൻപ് എനിക്കൊരു വിടുതൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ കേട്ടോ ഈ പുള്ളിയുടെ വിശ്വാസം? അപ്പൊ അപ്പുറത്തെ വിശ്വാസം കുറവാന്ന് മനസ്സിലായില്ലേ? സാറേ 3 അടങ്ങഴി മാവെടുത്തോ. എത്ര അടങ്ങഴി? 3 അടങ്ങഴി മാവ് നിങ്ങളുടെ വീട്ടിൽ കാണും. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ. 30-ാം തീയതി കാണുമോ? മാസത്തിന്റെ 30-ാം തീയതി കാണുമോ? ഇല്ല. അവിടെ അടി ഇരണ്ടിക്കൊണ്ടിരിക്കുക അന്നേരം. കാരണം നാളെ 1-ാം തീയതി ഞങ്ങളൊക്കെ വീട്ടിൽ 1-ാം തീയതി സാധനം മേടിക്കുന്നത്. ഞാൻ കടയിൽ പോകാറില്ല. 10 കൊല്ലം ഞാൻ കടയിൽ കൊണ്ടുപോകണം. അത് ഞാൻ ഭാര്യയോട് റെഡി, കേരളത്തിൻ്റെ സംസ്കാരം പെണ്ണുങ്ങൾ കടയിൽ പോകുന്നില്ല, പക്ഷെ നീ പോയേ പറ്റൂ, കാരണം ഞാൻ വെളിയിൽ പോകും. അങ്ങനെ ഏൽപ്പിച്ചു. എൻ്റെ വീട്ടിലെ ഒരു കാര്യം ഞാൻ അറിയാറില്ല. അങ്കമാലിയിൽ എന്നെ അറിയുന്നവരാരുമില്ല. അപ്പോൾ എപ്പോൾ ചോദിക്കുന്നു, എന്നാളൊരു പലചരക്കട ചെയ്ത് പറയാം, ഭർത്താവാണല്ലേ? അതെ. ആ, ബിജിയാൻ്റിയുടെ ഹസ്ബൻഡാണല്ലേ? സാധാരണ അറിയേണ്ടത് എൻ്റെ ഭാര്യയാണല്ലെന്നേ ചോദിക്കേണ്ടത്. ഇപ്പം മീൻകാർ പറഞ്ഞു, ഇതാണോ കെട്ടിയൊന്ന് ചോദിക്കുന്നത് മീൻകാർ? അങ്ങനെ ആയിക്കോട്ടെ, അവർക്കൊരു അഡ്രസ്സ് കിടക്കട്ടെ. വിജയ് അങ്കമാലി കടം ചോദിച്ചാൽ കിട്ടും. ഞാൻ ചോദിച്ചാൽ ഞാൻ ആരാന്ന് ചോദിക്കുന്നത്. ആ നല്ലൊരു കാര്യം അവിടെ കട്ടെ. കുടുംബകാര്യങ്ങളൊക്കെ അങ്ങനെ ഏൽപ്പിച്ചു. ഞാൻ സാധനം മേടിക്കാൻ പോവുകയില്ല, ഒരു സാധനം മേടിക്കാൻ ഞാൻ പോവുകയില്ല. എല്ലാം വിജയ് അങ്ങ് കൈകാര്യം ചെയ്യും ഭംഗിയായിട്ട്. 3 അടങ്ങണി മാവെടുക്ക്. എന്താ കാര്യം? 25-ാം തീയതി ആകുമ്പോഴേക്കും അപ്പം സാറ പറയും മാവ് തീർന്നു. അബ്രഹാം പറയും തീർക്കരുതാ. ഒരു 4-5 അടങ്ങണി എപ്പോഴും മാറ്റിയിട്ടേക്കണം. ഇഷ്ടംപോലെ ആൾക്കാരുള്ള വീടാ, അറം പറ്റരുത്. സാറാച്ചു എന്തിനാ? അതൊക്കെ കാര്യമുണ്ടടി, എപ്പോഴാ ദൈവം വരുമെന്ന് പറയാൻ പറ്റൂ? കരുതില്ല. അങ്ങോട്ട് നല്ലതും ഇളപ്പമുള്ളതുമായ ഒരു പശുക്കിടാവിന്റെ തലയിലാ ഇവൻ കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിച്ചത്. എല്ലാ വീട്ടിലും എല്ലാ പശുവും എളുപ്പമാണോ? ആണോ? ഈ കൊല്ലം പ്രാർത്ഥിച്ച പശുക്കിടാവ് അടുത്ത കൊല്ലം വലുതാവത്തില്ലയോ? മുറ പോത്തൻകുട്ടിയെ വളർത്തി 10,000 രൂപയ്ക്ക് മേടിച്ചിട്ട് അടുത്ത കൊല്ലം വിൽക്കുക 20,000 രൂപയ്ക്ക്. അപ്പൊ അടുത്ത കൊല്ലം പശു വലുതാകുമ്പോൾ മുഖം വെക്കാൻ ഭാഗമാകുമ്പോൾ അതിനെ മുഖം വെച്ചും അടുത്ത പശുക്കിടാവിനെ വിളിച്ച് അതിനെ വെച്ച് പ്രാർത്ഥിക്കും. ദൂതൻ വരുമ്പോൾ ഇതിനെ അറുക്കണം. 24 കൊല്ലം കൊണ്ട് എന്റെ ചിന്തയിൽ 24 പശുക്കിടാവിന്റെ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എവിടെയൊക്കെ റെഡിയാണ് അവൻ? അവന്റെ അടുക്കള റെഡി, തൊഴുത്ത് റെഡി, അവന്റെ ശരീരം റെഡി. വിശ്വാസത്തിന്റെ ഫോർമാറ്റ് കണ്ടോ നിങ്ങൾ? അല്ലാതെ വെറുതെ തമ്പേറിന്റെ അടിമൂക്കും അന്യഭാഷ പറഞ്ഞിട്ട് ശരീരം തയ്യാർ, എന്റെ അടുക്കള തയ്യാർ, എന്റെ തൊഴുത്ത് വരെ തയ്യാർ. നിന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം നിനക്ക് പ്രതിഫലം തരുന്നവനാണ് ദൈവമെന്ന് മനസ്സിലാക്കണം ദൈവമക്കൾ. 9-ാമത്തെ വാക്യം ഇടങ്ങളുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയൊക്കെ ഉണ്ടാവും, നമുക്ക് വിട്ടു. ഇപ്പൊ വായിച്ചു 50 8 വായിക്ക്.
എനിക്കിവിടെയൊക്കെ ഒരു അരമണിക്കൂർ നിൽക്കണം. എന്നറിയാമോ? വെണ്ണയും പാലും കൊണ്ടുവന്ന വൃക്ഷത്തിന്റെ കീഴെ ശുശ്രൂഷകന്മാർക്ക് മുമ്പിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നീന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ചിലരൊക്കെ ശുശ്രൂഷിച്ച് ഇരുന്നു, ചില കിടന്നു. ഇനി പറ്റത്തില്ലെന്നും പറഞ്ഞു. ഒരു കാര്യം ഓർത്തോളണം, ഈ പറഞ്ഞ ദൈവം നമ്പറിൻ്റെ അടുത്ത് വന്നപ്പം ചാടിക്കറി ചോദിക്കല്ല ചെയ്യുന്നത്, പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വരെ അവരിതൊക്കെ കൊടുത്തോണ്ട് നിൽക്കുക. നമ്മളാണെങ്കിൽ എന്തോ പറയും, ചോദിക്കുന്ന പറയത്തില്ലേ പെമ്പിള്ള. ഇവൻ മിണ്ടിയിട്ടില്ല. എന്താ കാര്യം? ദൈവം പ്രസാദിക്കുമ്പോൾ തരുന്നത് മതി. സ്തോത്രം. നമ്മൾ അങ്ങനല്ല, നമ്മൾ ചോദിച്ചങ്ങ് മേടിക്കുക. അയ്യോ എന്ന് പറയും, ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാ. ആയിക്കോട്ടെ. ഇവൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നില്ല. അന്നിപ്പ് എന്റെ ഭാവനയിൽ കണ്ട് ഞാൻ കണ്ണു നിറയ്ക്കാറുണ്ട്. കാരണം 24 കൊല്ലമായി ദൈവത്തെ ഒരു ചെന്ന സ്ഥലത്ത് ഒരു പള്ളിയില്ല, ഒരു പള്ളിയില്ല. ചെന്നിടത്ത് പുള്ളി അങ്ങ് ആരാധിക്കുക, പള്ളി ഉണ്ടാക്കി. ഇവിടെ പള്ളി ഉണ്ടായിട്ട് വരുന്നില്ല. അവനോട് സംസാരിച്ച ആ ദൈവം 24 കൊല്ലമായി പിന്നെ മിണ്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും, അബ്രഹാമേ ഞാൻ നിന്റെ ദൈവം, ഓ നിനക്കൊരു കുഞ്ഞിനെ തരും, ആയിക്കോട്ടെ. പറഞ്ഞതല്ലാതെ ഒരു പ്രാവശ്യം പുള്ളി വെച്ചു. കുറെ നാളായില്ല പറയാൻ തുടങ്ങണു. ഇപ്പൊ എന്റെ വലുതാശയല്ലേ, അത്ര വലുതായി എന്നിട്ട് പിന്നെ അങ്ങനെ ചോദിക്കാൻ കാര്യം, ഞാൻ പറഞ്ഞിട്ടാണോ കൊച്ചിന് തരാമെന്ന് വാക്ക് പറഞ്ഞാണോ? നീ പറഞ്ഞല്ലേ? ഞാൻ ചോദിച്ചോ ഡിമാൻഡും പറഞ്ഞോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ രാത്രി 2 മണിക്ക് വിളിച്ച് നേഴ്സ് പറയാണ്, ഈ ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടക്കൂ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അവൾ ഉറങ്ങല്ലേ? ചുമ്മാ എന്നെ പിടിച്ചു കൊച്ചിനെ തരാമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തരാം എന്നിട്ട് മിണ്ടിയിട്ടില്ല. നിന്നു കൊടുക്ക. കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക. നിന്റെ ആവശ്യങ്ങൾ നിറവേറിയിട്ടില്ലെങ്കിലും, നിന്റെ മറുപടി കണ്ടിട്ടില്ലെങ്കിലും, ദൈവത്തിന് കൊടുക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മുടക്കം വരുത്തരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. ഇന്നവൻ ശബ്ദിക്കുന്നില്ലെങ്കിലും നിന്റെ മറുപടി അവൻ വാ തുറക്കുന്ന സമയം വരാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. എവിടാടാ പെമ്പിള്ള? കൂടാരത്തിലുണ്ട്. നന്നായി, അതിനെക്കുറിച്ചൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ശ്രീ മാത്യു പാസ്റ്റൊക്കെ പറയുന്ന ഉദാഹരണത്തിലേക്ക് പോകേണ്ടി വരും. ഇടമുള്ള കൂടാരത്തിലുണ്ട്. അടുത്ത വാക്ക്, 10ാമത്തെ വാക്യം. തീരാൻ പോവാണ് കേട്ടോ പ്രസംഗം, ശ്രദ്ധിച്ചോളണം. നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിനകത്തുണ്ട്. 1 ആണ്ട് കഴിയുമ്പോൾ അടുത്ത വാക്ക് മോളെ, ആര് വരും? ഞാൻ. എത്ര പേര് ഇരിപ്പുണ്ട്? എങ്ങനെ പറയണം? ഇപ്പൊ എന്തോ പറഞ്ഞത്? ഈ ഞാൻ ആരാണാവോ? അത് പറയാം. ഈ 3ാമത്തെ വാക്യത്തിൽ പദപ്രശ്നം കൂടാതെ നീ എന്നെ കണ്ടുപിടിച്ചു, യജമാനനേന്ന് നീ ഒരു ഗോൾ അടിച്ചു. ഈ 3ൽ ഒരാളെ യഹോവയാണെന്ന് നീ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ മിണ്ടിയില്ല ആരാ യഹോവയാണ്. പക്ഷെ ഇത്രയും ദർശനമുള്ളതിൻ്റെ മുമ്പിൽ ഇനിയും വെളിപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല മോനെ. അടുത്തയാണ്ട് ഞാൻ വരും. അബ്രഹാമിന് മനസ്സിലായി, ഈ കൊച്ചു കള്ളൻ എന്നെ കളിപ്പിച്ചിങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നില്ലേ 3 പേരിടയ്ക്ക്. ഇപ്പൊ പറഞ്ഞ ആളാണ് യഹോവ. മറ്റു 2 പേരോ അത് ആരേലും ആയിക്കോട്ടെ, നമുക്ക് വിടാം. കാരണം ദൂതന്മാർക്ക് പിള്ളേരെ കൊടുക്കാൻ കഴിവില്ല, ദൂത് പറയാനേ പറ്റത്തുള്ളൂ. ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് അത്യുന്നത ശക്തി നിന്റെ മേൽ ഒരു കുഞ്ഞുണ്ടാകും, അല്ലാതെ ഞാൻ നിനക്ക് കൊച്ചിനെ തരുമെന്നാണോ ഗബ്രിയേൽ പറഞ്ഞത്? അബ്രഹാമിനെ മനസ്സിലായി, കൊച്ചിനെ തരാമെന്ന് പറഞ്ഞവനാണ് യഹോവ. മറ്റ് 2 പേര് ആരാധന എനിക്കറിയത്തില്ല, ആരുമായിക്കൊള്ളട്ടെ. ആരായി? ഞാനാകുന്നു എന്ന് പറയുന്നവനാ ഈ ഇരിക്കുന്നവൻ. മനസ്സിലായവർ കരമുയർത്തി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ കൂടാരത്തിനകത്ത്, ഈ ദൈവസഭയ്ക്കകത്ത് എങ്ങും ഒതുങ്ങാത്ത സർവശക്തനായ ദൈവം തമ്പുരാൻ നിന്റെ മറുപടിയുമായി നിന്റെ മുൻപാകെ ഇരിക്കുന്നുണ്ട്. തിരിച്ചറിയുന്നവർ, ദൈവ സാന്നിധ്യം അറിയുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അടുത്ത വർഷം വരുമ്പോൾ നിന്റെ ഭാര്യ സാറക്കൊരു കുഞ്ഞ് ഉണ്ടാകും. അതിന്റെ എബ്രായ ഭാഷ കേട്ടോളാം, ഷേഖ ഫോർസ.
ഉണ്ടാകട്ടെ എന്നതിൻ്റെ എബ്രായ ഭാഷ എന്താണ്? ഷേഹഫോർസ. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഷേഖബ് എന്ന് പറയാം ഉണ്ടാകട്ടെ എന്നാണ്. ദൈവം മുറ്റത്തോട് രണ്ട് പറഞ്ഞു, വെളിച്ചങ്ങൾ ഷേഖഫോർസ എന്നാണ്, ഉണ്ടാകട്ടെ. അപ്പം ആ വെളിച്ചം ഉണ്ടായി. സമുദ്രത്തിൽ കൂട്ടമായ ജലജന്തുക്കൾ ജനിക്കട്ടെ എന്നല്ല, ഷേഖഫോർസ ഉണ്ടായി. ഭൂമിയിൽ അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മുളയ്ക്കട്ടെ എന്നല്ല, ഷേഖഫോർസ. ഇനി അടുത്ത ചിന്ത, മുളയ്ക്കട്ടെ എന്ന് ദൈവം ബുധനാഴ്ച രാവിലെ പറഞ്ഞു. എപ്പം മുളച്ചു? അത് ശരി, അപ്പം മുളച്ചു. തിങ്കളാഴ്ച രാവിലെ ദൈവം പറഞ്ഞു ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഷേഖഫോർസ. എപ്പോഴുണ്ടായി? അപ്പോഴുണ്ടായി. വെള്ളത്തിൽ കൂട്ടം ജലജന്തുക്കൾ ഷേഖ, അപ്പോഴുണ്ടായി. റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഞാൻ വരുമ്പം എൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു കുഞ്ഞ് ഷേഖഫോർസ. എപ്പോഴുണ്ടായി? അപ്പോഴുണ്ടായി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്കുണ്ടായതുപോലെ ഇരിക്കുന്നല്ലോ. അവക്കുണ്ടായി എന്ന്. എന്താ തെളിവ്? ഇപ്പോഴുണ്ടായാലേ 285 ദിവസം കഴിഞ്ഞ് വരുമ്പം കൊച്ചിനെ കൈ മേടിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? ശർക്കര മേടിക്കുന്ന പോലെയാണോ കൊച്ചിനെ മേടിക്കുന്നത്? അടുത്ത കൊല്ലം വരുമ്പോൾ നിന്റെ കുഞ്ഞിനെ ഞാൻ കാണണമെങ്കിൽ ഇപ്പൊ ഉണ്ടാകണ്ടേ? ഉണ്ടാകണം. ഇത് പറയുകയും 8.5 പതിറ്റാണ്ട് കല്ല് പോലെ ഇരുന്ന അവളുടെ ഗർഭപാത്രം ചലിച്ചു. ചലിക്കൂ, ചലിക്കൂ. നമ്മൾ ഒരു തുണി ഇവിടെ തൂക്കിയിട്ടാൽ ഇത് അനങ്ങുന്നുണ്ടോ? ഉണ്ട്. കണ്ണാണാൻ മേലാത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. അനങ്ങുന്നുണ്ടോ? ഇത് സചേതന വസ്തുവാണോ അചേതന വസ്തുവാണോ? ഈ മേശ സചേതന വസ്തുവാണോ അചേതന വസ്തുവാണോ? ആർക്കറിയാം? ചലിക്കുന്നതാണോ ചലിക്കാത്തതാണോ എന്നാണ് ഈ ചോദിച്ചതിൻ്റെ അർത്ഥം. ചലിക്കാത്തതാണ്. ഇത് ചലിക്കുകയില്ല, ഇതും ചലിക്കുകയില്ല, ഇത് അവിടെ കിടക്കും. പിന്നെ ആടാൻ കാര്യം എന്തുവാ? അത് സത്യമാന്നേ. അപ്പോ ഈ കാറ്റിന് ഇതിനെ അനക്കാൻ പറ്റും. അത് സത്യമാന്നേ. 55 മൈൽ സ്പീഡിൽ കാറ്റ് വന്നാൽ ഫൈബർ വെള്ളങ്ങൾ മറിയും. സത്യമാന്നേ. 110 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വന്നാൽ ഈ ഹോളൊക്കെ തെറിച്ചു പോകും. സത്യമാന്നേ, സത്യമാന്നേ. ലാസറെ പുറത്തു വരിക, യേശു ക്രിസ്തുവിനകത്ത് നിന്ന് പുറത്തു ഒരു കൗണ്ട് ശ്വാസം പുള്ളി പുറത്തു വന്നോ? ജീവശ്വാസം ആദാം ഇന്ന് വരെ നിന്നിട്ടുണ്ടോ? നിന്നിട്ടോ? നിങ്ങൾ ഇരിപ്പ് കണ്ടാൽ ഇല്ലെന്ന് തോന്നും, എന്നാലും നിന്നിട്ടുണ്ടോ? ഇല്ല. അത് അവസാനം പോകുമ്പോഴാണ് നിർത്തുന്നത്. അപ്പൊ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു കൗണ്ട് ശ്വാസം വരുമ്പോൾ അപ്പോൾ സംഭവിക്കുമെങ്കിൽ അന്നേരം ഉണ്ടായി, അന്നേരം ഉണ്ടായി. തർക്കമുണ്ടോ? തെളിയിക്കാൻ ഞാൻ. പക്ഷെ ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ ഉള്ളുകൊണ്ട് ചിരിച്ച്. ഈ ദൂതന് വെളിവുമില്ല. വെള്ളിയാഴ്ചയിൽ നമ്മുടെ പിന്നെ കാര്യപരിപാടികളൊക്കെ അവസാനിച്ച് ഇത് കടയടച്ച് പൂട്ടി താഴോട്ട്, ഇത് സ്ത്രീകൾക്കുള്ള പതിവ്. ഈ പുള്ളിക്കുന്നു. ഇതാണ് അവൾ ചിരിക്കാൻ കാരണം. ശ്രദ്ധിച്ചോളണം. പ്രഗ്നന്റ് ആയാൽ, ഗർഭിണിയായാൽ ഡോക്ടർ നൽകുന്ന നിർദ്ദേശം എന്താ? ശരീരം ഇളകരുത്. അങ്ങനെ ശരീരം ഇളകുക എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പാടില്ല എന്നാ ഇവർ ധരിച്ചു വെച്ചാൽ. അതല്ല എൻ്റെ അർത്ഥം. അന്ന് മുതൽ പിന്നെ ബെഡ് റെസ്റ്റാ. അതല്ല എൻ്റെ അർത്ഥം. പണിയെടുക്കണം. പണ്ടൊക്കെ എന്തിനാ ഈ അമ്മി വെച്ച് അരക്കിപ്പിക്കുന്നത്? എന്തിനാ വെള്ളം കോരിക്കുന്നത്? എന്തിനാ? പറഞ്ഞു, അമ്മച്ചോട് ചോദിച്ചൊക്കെ പറഞ്ഞു തരും. ഇതിങ്ങനെ കിടക്കുക. എന്നിട്ട് ചിക്കൻ കോഴി ഇരിക്കുന്ന പോലെ പ്രസവം കഴിഞ്ഞു. ഇത് ആരായി വരുന്നേപ്പാ? എല്ലാ കാര്യം കൊച്ചിനും കൂട്ടി ചെല്ലുന്ന ഓറഞ്ചും ആപ്പിൾ എല്ലാം കൂടെ കൊച്ചിന് വല്ലതും വേണോ? കൊച്ചിന് വല്ലതും വേണോ? വേണ്ട. അതിന് വേണ്ടുന്ന മുലപ്പാല അത് കൊടുക്കത്തൂല. ഇതെല്ലാം തള്ള തിന്നുകയും ചെയ്യും. 65 വയസ്സുള്ള കൊച്ച് പ്രസവം കഴിഞ്ഞ് 6 മാസം കൊച്ച് ഇപ്പോഴും 1.5 കിലോ. ഇത് 95 കിലോ. എങ്ങനെ ഇരിക്കും? സ്വത്രം. അപ്പൊ ഈ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിരിച്ചിട്ടുണ്ടോ? ചിരിച്ചു നോക്കിയേ. ഒരു തുമ്മല് വരും. അപ്പൊ പരസ്യമായിട്ട് തുമ്മിക്കൊള്ളും. ആ തുമ്മൽ പിടിച്ചു വെക്കാമോ? ചത്തു. ഒരു തുമ്മൽ വരുമ്പം 2 മൂക്കോട് ഞാൻ തുമ്മുകയില്ല. അകത്ത് വെച്ച് ഗർഭമല്ല, പിന്നെ കരൾ വരെ തെറിച്ചു.
ശരിയാണെന്നേ പറയുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളുകൊണ്ട് ചിരിച്ചപ്പോൾ എന്ത് പോയി? അതാ എൻ്റെ വിഷയം. ഉരുവായത് പോയി. അതുകൊണ്ട് യഹോവ 2-ാം പ്രാവശ്യം പറഞ്ഞു, ദേ ഇവളെന്താ ചിരിച്ചത്? ഞാൻ ചിരിച്ചില്ല, ഞാൻ കണ്ടല്ല ചിരിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യം, ഇഞ്ചക്ഷൻ അത് പോയി. യഹോവയാൽ കഴിയാത്ത അടുത്ത ആണ്ട് വരുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് സാറൊക്കെ ഒരു കുഞ്ഞുണ്ടാകും. യഹോവ ഇടയിൽ രണ്ട് പ്രാവശ്യം പറയാറുണ്ടോ? ഇല്ല, ഒറ്റ പ്രാവശ്യം പറയും. നീ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം കേൾക്കണം. അതാ വചനം. യഹോവ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുപിരിക്കുന്നു. പക്ഷെ ഇവിടെ 2 പ്രാവശ്യം അരുളി ചെയ്തു. എന്താ കാര്യം? ആദ്യത്തേത് പോയി. രണ്ടാമത് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടാ പറഞ്ഞേ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അടുത്ത ആണ്ടൊരു കുഞ്ഞുണ്ട്, അത് ഉറച്ചു. അതാണ് ഇസഹാക്ക്. സ്തോത്രം. ഇന്ന് പകൽ യഹോവ നിങ്ങളെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു വാക്കും മതി, ഒരു വാക്ക് പറഞ്ഞാൽ 8.5 പതിറ്റാണ്ട് ചലിക്കാത്ത വിഷയങ്ങൾ ഇന്ന് പകൽ ചലിക്കും എന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകും? നീതിമാന്റെ അവകാശത്തിന്റെ മേൽ അടയിരിക്കുന്ന ദുഷ്ടശക്തികൾ, പോരിന്റെ ആയുധങ്ങൾ, നിന്റെ കുടുംബത്തിനകത്ത് നീ കൈവശം വെച്ച് അനുഭവിക്കേണ്ട നന്മകളും സന്തോഷങ്ങളും പതിറ്റാണ്ടുകളായ കാർമേഘം പോലെ മൂടിക്കെട്ടി നിൽക്കുന്ന കുടുംബാന്തരീക്ഷമാണെങ്കിൽ ഇന്ന് പകൽ നീ വാ തുറന്നങ്ങോട്ട് പറ, ഉണ്ടാകട്ടെ. ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും എന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ. ദൈവം സംഭവിക്കുകയാണ്. ഒരല്പസമയം കരങ്ങൾ ചേർത്തടിച്ച ദൈവത്തെ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയോടെ, ബലത്തോടെ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതുവരെ തുറന്നു വരാത്ത മേഖലകൾ, ഇതുവരെ വെളിപ്പെട്ട് വരാത്ത ചില മേഖലകൾ, ഇതുവരെ സൗഖ്യമാകാത്തത്, ഇതുവരെ വിടുതലില്ലാത്തത്, ഇതുവരെ സംഭവിക്കാത്തത്, നിങ്ങൾ മടുത്തുപോയ വിഷയങ്ങൾ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. സമയമാകുന്നല്ലോ, ഉപവാസ പ്രാർത്ഥനയുമല്ലല്ലോ. എങ്കിൽ അങ്ങനെ അങ്ങ് പോകായിരുന്നു അല്ലേ? അത് സംഭവിച്ചു. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തോട് വരാം. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അബ്രഹാം ചിരിച്ചിട്ടില്ലേ? അബ്രഹാം ചിരിച്ചിട്ടില്ലേ? ഉണ്ടോന്നോ? ഈ 17-ന്റെ 18 വരുമ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ഇരിച്ചെന്നാണ്. നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞുണ്ടാകുന്ന അബ്രഹാം കവിണ്ണു വീണ് ഇരിച്ചു. പക്ഷേ അബ്രഹാമിനെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഇല്ല. സാറായെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഉവ്വ്. എന്താ കാര്യം? ഒക്കെ ദൂത. എന്തെങ്കിലും ഈ അബ്രഹാം യഹോവയുടെ മുമ്പിലാണ് കവിണ്. ഈ ദൈവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാലെന്നും പറഞ്ഞ് പുള്ളി അതിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് കവിണ് ഇരിച്ചത്. അപ്പം എന്നെ ചോദ്യം ചെയ്യണോ? എടാ പോട്ടാ, നീ എന്തിനാ ചിരിച്ചെന്ന് ചോദ്യം ചെയ്യണോ? കണ്ടതല്ലേ? ഇവിടെ രഹസ്യമായിട്ടാണ് ചിരിച്ചത്. ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അർത്ഥം വല്ലോം പറ്റിപ്പോയാലും അതങ്ങോട്ട് നേരിട്ട് പറഞ്ഞേര്, അതങ്ങ് ക്ഷമിക്കൂ നീ. പിന്നെയും വാതിലെ മറവി ചെയ്യുന്നുണ്ട്. ഞാനവന് ഇതാണ് ഈ കുരുത്തക്കേട്. അങ്ങ് സമ്മതിച്ചേര്. വിശദീകരിക്കുന്നില്ല. പ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്നു. 23-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇരുപത്തിമൂന്നിന്റെ 1. 23 ഇല്ലേ? മതി. എന്നിട്ട് നോക്കിക്കേ, സാറാക്ക് എത്ര വയസ്സായി? 127. ഇവൻ മരിച്ചു. അന്നേരം അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? ഞാൻ വലിയ കണക്ക് തന്ന പോലെ ഇരിക്കും. 10 വയസ്സിന്റെ വ്യത്യാസം പണ്ട് പറഞ്ഞല്ലേ. അപ്പൊ 137. സാറക്ക് എത്ര? അപ്പൊ ആദ്യം ആര് മരിക്കണം? പ്രായം നോക്കുമ്പം അബ്രഹാം. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ഒരാളെ നമ്മൾ ചോദിക്കുകയാണ്, സത്യത്തിൽ ആരാദ്യം? ഭാര്യ മരിക്കണോ ഭർത്താവ് മരിക്കണോ ആദ്യം? സ്വാഭാവികമായിട്ട് ആര് മരിക്കണം ആദ്യം? ഭാര്യമാരാണോ ആദ്യം മരിക്കേണ്ടത്? ഭർത്താക്കന്മാരാണോ ആദ്യം മരിക്കേണ്ടത്? ഒരു നോർമൽ ചിന്ത. ഇവരല്ല മരിക്കേണ്ടത്. അങ്ങനെ മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവർ പറയുന്നത് ഭർത്താക്കന്മാരാണ് ആദ്യം
ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഇവരുടെ മനസ്സിലുള്ളതാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ട് അതൊക്കെ നോട്ട് ദ പോയിന്റ്. വീട്ടിൽ പോയി ഡയറിക്കകത്ത് കുറിച്ചിട്ടുണ്ട്. സത്യമാണ് നിങ്ങൾ പറഞ്ഞു. ആരാദ്യം മരിക്കേണ്ടത്? ഭർത്താക്കന്മാരാണ്. ഒരു തർക്കമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അത് പറയാം. നമ്മളീ ഭയങ്കര വിൽപ്പവറൊക്കെ ഉള്ളവരാണ്. എന്താടീ ചായക്ക് മധുരം ഇട്ടില്ലല്ലോ? സത്യം. എന്താ കടുപ്പം കൂടി പോയല്ലോ? ചോറായില്ലേ? ഇയാൾക്ക് ഇതുവരെ ചോറ് വെക്കുന്ന കലവേതാന്ന് പോലും അറിയാമില്ല. നമ്മൾ ഈ ഗീർവാണം അടിച്ച് 4 വർത്താനം പറയാന്നല്ലാണ്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ഒരു ദിവസം തലവേദനയിട്ട് കിടന്നു. എൻ്റെ പൊന്നെയാന്ന് എനിക്ക് അല്ലെങ്കിൽ അറിയാമായിരുന്നു ഈ സംഭവം എങ്ങനെയാണ്. നമ്മൾ മുട്ടയിട്ട് പോയി സമയാസമയത്ത് ചോറും കറി ഉണ്ടാക്കാനേ. നമുക്ക് ഈ ഭരണമല്ലാതെ വേറെ വല്ല അറിയാമോ? ഭാര്യ അങ്ങോട്ട് മരിച്ചു പോയാൽ പിന്നെ ആരോടാ കട്ടനാപ്പിലിരുന്ന് ആരോടാ ചോദിക്കണേ? സ്വന്തം മോളോടോ മരുമോളോടോ? മകളോട് പറഞ്ഞു നിങ്ങളുടെ അപ്പനെ കാര്യമൊക്കെ ചെയ്ത, പക്ഷേ എന്നോട് അവരെ കൽപ്പിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ കാറ്റിലെറിഞ്ഞു അറിയത്തില്ലയോ? നമുക്ക് കുതിര കയറാൻ ഒരു സാധനമാണ് നമ്മുടെ ഭാര്യ. സ്വോത്രം. അത് പോയാൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ പാസ്റ്ററെ? ഉണ്ടോ? ഒരു കാശില്ല. പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ അവർക്കൊരു മൈൻഡ് തരണമെങ്കിൽ നമ്മുടെ പേരിൽ ഒരു 50 ലക്ഷം രൂപയിലും കാണണം. പലിശ പലിശ പലിശ. നമുക്ക് രാവിലെ ഉച്ച വൈകുന്നേരം 3 ഗോതമ്പ് ദോശ, ബാക്കിയൊക്കെ അവർ തിന്നും. അമ്മമാർ എത്ര കൊല്ലം ജീവിച്ചാലും അവർക്ക് ഇഷ്ടം. കാരണം അപ്പന്മാർ ജീവിച്ചിരിക്കുമ്പം ആ മുറ്റത്തൊക്കെ പുല്ല് കുത്തി അപ്പൊ ഇത് പറിച്ചുകൂടെ എന്ന് പറയാൻ പറ്റൂ? പറയണമെന്നുണ്ട്. നമുക്ക് പറിക്കാനും അറിയാമേല, അവർ പറയത്തൂല്ല. നമ്മുടെ സ്റ്റോളിന്റെ പുറത്ത് ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന പോലെ ഇരിക്കാമെന്ന് മാത്രമല്ല, വേറെ യാതൊരു ഗുണവും നമ്മളെ കൊണ്ടില്ല. അമ്മമാരോ ഈ അമ്മയ്ക്ക് അമ്മമാര് മരിക്കാൻ പിള്ളേർക്ക് ഇഷ്ടമില്ല. എന്താ കാര്യം? പിള്ളേരുടെ കഴിക്കുന്നതും അവരെ ചോന്നുകൊണ്ട് നടക്കുന്നതും പുല്ല് പറിക്കുന്നതും അതിനും ഇതും ഇവരെ അങ്ങ് പ്രസവിച്ച് ഇട്ട് കൊടുത്തേക്കല്ലേ അമ്മ നോക്കിക്കോ. പിന്നെ ചോറിന സമയത്ത് ആ കൊച്ചിന് ഈ അമ്മമാരുള്ളതാ ഇവരൊരു അമ്മമാര്. ഈ അമ്മച്ചി വിറ്റേം ചാകണമെന്ന് 3 മരുമക്കളും ആഗ്രഹിക്കുകയില്ല. ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടാകും. കാരണം ഇനിയും പ്രസവിക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം. അപ്പൊ ആരാദ്യം മരിക്കണം? അബ്രഹാം മരിക്കണം. പക്ഷെ അബ്രഹാം മരിച്ചില്ല. ആര് മരിച്ചു? എന്തുകൊണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി 137 നിൽക്കുന്ന അബ്രഹാമിന്റെ ആയുസിനെ ഒരു കൊളുത്തിന്റെ ജോയി പറഞ്ഞു, അബ്രഹാം നീ പോകണ്ട. അപ്പൊ അവള് പോട്ടെ. എന്താ കാര്യം? അവൾ എന്നെ കാര്യമായിട്ട് വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഒരു കൊച്ചിനെ ഞാൻ കൊടുത്തത്. ജോയി പാറയ്ക്കൽ അടക്കമുള്ളവർ 2021 പ്രസംഗിക്കും ദൈവം സർവശക്തനല്ലെന്ന്. അത് പറയാതിരിക്കാൻ ഒരു കൊച്ചിനെ ഞാൻ കൊടുത്തു. അവളുടെ ഗർഭം തുറക്കാനും ഞാൻ ശക്തനാണെന്ന് അറിയിക്കാം. പക്ഷേ ഞാൻ നേരിട്ട് ദൂത് പറഞ്ഞപ്പോൾ എന്നെ ചിരിച്ചു കളിയാക്കി ഇവളുടെ ഗർഭപാത്രത്തിൽ ഇനി ഞാനില്ല പ്രവർത്തിക്കാൻ. അടക്കിക്കോ സമയമാരത്തിൽ പാടി അതിനെ കൊണ്ട് അടക്കേച്ചും പുള്ളി ചോദിച്ചു, അപ്പോ ആ വാക്തത്വമോ? ഏത് വാക്തത്വം? ബഹുജാതികൾക്ക് മാതാവായി തീരും. നീ അവിടെ പിടയ്ക്കാതെ ഇല്ല. നീ ഇപ്പെങ്കിലും ജാകുകയിലായിരുന്നു. നീ 175 ആകൂ. 137 75 ആകൂ. ഇപ്പൊ സാറ നീ പൂട്ടടാ. 24-ാം അധ്യായം ഇസഹാക്ക് അബ്രഹാം വയസ്സ് എന്ന് തുടങ്ങുന്ന അങ്ങനല്ലേ? നിങ്ങൾ സിബിട്ട അബ്രഹാം വയസ്സ് എന്ന് പിന്നെ കല്യാണം നടക്കുമോ? ഇല്ല. 24-ൽ ആരുടെ കല്യാണം എന്ന് പറഞ്ഞേ? ഉൽപ്പത്തി 24-ൽ അബ്രഹാമിന്റെ സാറയുടെ മകനായ ഇസഹാക്കിന്റെ കല്യാണം. ഓക്കെ, മകന്റെ കല്യാണം. ഇവിടെ നോക്കിക്കേ, എന്റെ മുന്നിട്ട് നോക്കിക്കേ. 23-ൽ അമ്മ മരിച്ചു. 24-ൽ മകന്റെ കല്യാണം. 25-ൽ അപ്പന്റെ കല്യാണം. 25-ന്റെ 1 വായിക്കും ഉണ്ടെന്നറിയാലോ. സന്തതി ഭൂമി രാജാക്കന്മാർ വരാൻ പോവാണ്. ബാക്കി വായിക്കുക. രാജാക്കന്മാരുടെ പേര് സിമ്രാൻ, യൊക്സാൻ, മെദാൻ, മിദ്യാൻ. നീ നോക്കിയ മതി. ഇനി സിപ്പിട്ടോ ബൈബിൾ സിപ്പിട്ടോ നിർത്തും. വാക്ക് പറഞ്ഞാൽ ദൈവം മാറുകയില്ല. പക്ഷേ വാക്ക് കിട്ടിയ നീ അവിശ്വസിച്ചാൽ നീ പ്രാർത്ഥന നിന്നെ ദൈവം മാറ്റും.
നിന്നെ ദൈവം മാറ്റിയിട്ട് ഒരു വാഗ്ദത്തവും ഇല്ലാതെ കിടന്ന കെതൂറയെ പിടിച്ചോണ്ട് വന്ന് സാറായുടെ കൂടാരത്തിൽ ഈ വാഗ്ദത്തത്തിനെ നിവർത്തിക്കാൻ ഒരു ശരീരമില്ലാതെ വിഷമിച്ച് നിൽക്കുമ്പം ഇവൻ ചെന്ന് കെതൂറയെ പിടിച്ചോണ്ടുന്ന കെതൂറയുടെ മേൽ ഈ വാഗ്ദത്തം ഇടിച്ചിറങ്ങി സാറാക്കി കൊടുത്ത നിവർത്തീകരണം ഇവളിൽ കൂടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ദൈവം തമ്പുരാൻ. മനസ്സിലായോ? നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നൊരു ശക്തമായ സന്ദേശമാണിത്. ഇന്ന് പകൽ ഞാൻ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയട്ടെ, എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ അവൻ വിശ്വസ്തനാണ്, അവൻ മാറാത്തവനാണ്. നീ ഉറച്ചു നിന്നേച്ചാ മതി. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ സങ്കടങ്ങൾക്ക് മറുപടിയുണ്ട്, നിന്റെ വിഷമതകൾക്ക് മറുപടിയുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ഈ ആത്മീക പോർക്കളത്തിനെ കണ്ടാ മതി. നിന്നെ സന്ദർശിക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ ഒരു ദിവസം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നീ ചാകത്തില്ല കുഞ്ഞെ, നീ ചാകത്തില്ല. Praise the Lord. Praise the Lord. ഞാൻ എങ്ങനെ പറയും, നിങ്ങളെ കൊല്ലം അങ്ങനെ ചെല്ലുമ്പോൾ റെയിൽവേ ക്രോസ് മുറിച്ച് കിടക്കുമ്പം ആളില്ലാത്ത ലെവൽ ക്രോസിൽ നിങ്ങൾ മുറിച്ച് കിടക്കുക, ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിടിച്ചു. നിങ്ങളെ വന്നിടിച്ചപ്പം ട്രെയിൻ മറിഞ്ഞു, നിങ്ങൾ ചത്തില്ല. എന്തായിരിക്കും കാര്യം? അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. അത് നിങ്ങളെന്ത് സംഭവിക്കും? എന്താ കാര്യത്തിനറിയാമോ? അത് ഡബിൾ എഞ്ചിൻ പവറാ. പക്ഷേ ഇവന്റെ അകത്ത് ഓൾമൈറ്റി ഗോഡിന്റെ പവറാ. ഇവൻ ചാവുകയില്ല. ചാകൂന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ച ജീവൻ്റെ കൊണ്ട് ഗുണം കൊണ്ടല്ല നിൽക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ കൂടെ ദൈവത്തിന് എന്തൊക്കെയൊന്നും ചെയ്തെടുക്കാനുണ്ട്. നിങ്ങൾ ചാകത്തില്ല കുഞ്ഞ്, ചാകുകയില്ല കുഞ്ഞ്. ഇനി സമയമായാൽ ഉറുമ്പടിച്ചാവും. കോഴിക്കോട് VT അബ്രഹാം ബാസിന്റെ സൂപ്രണ്ടാ മകൾ ഉറുമ്പ് കടിച്ചാൽ മരിച്ചത്. പത്രത്തിൽ വായിച്ചില്ലേ? ദുബായിൽ ഉറുമ്പ് കടിച്ചാൽ മരിച്ചത്. അപ്പോൾ സമയമായാൽ എങ്ങനെ മരിക്കും? ഉറുമ്പടിച്ചാൽ. സമയമായില്ലെങ്കിലോ അങ്ങനെ ആര് വിഴുങ്ങിയാലും ചാവില്ല. തെളിവ് തരാം. വാക്തത്വമുള്ള യോന കപ്പലിൽ കയറി, കപ്പലിളകി. അവനിളകിയോ? അവനെ എടുത്ത് കടലിലേക്ക് ഇട്ടു, കടലിളകി. അവനിളകിയോ? അവനൊരു തിമിംഗലം വിഴുങ്ങി, അതിൻ്റെ വയറിളകി. ഇവനിളകിയോ? ഇളകി. ഈ സാധനത്തെ കൊണ്ട് ഈ ചുക്ക് കഷായി ഇരുമ്പ് വിഴുങ്ങിയതുപോലെ മീൻമിറ്റ ആദ്യമായിട്ടാണ് 3 ദിവസം ഉപയോഗിക്കുന്നത്. ഇതിനെയും കൊണ്ട് നടന്ന് തിന്നാനും ഇത് പോയിട്ടുണ്ട് തിന്നാൻ. അതിനെ ആട്ടി തുപ്പിയപ്പനെയാണ് ഇവൻ 14 കുട്ടിക്കരണം പറഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് മത്സ്യത്തിന് വിടുതൽ, കടലിന് വിടുതൽ, കപ്പലിന് വിടുതൽ. വിടുതൽ മഹോത്സവം അന്നാണ് ആരംഭിച്ചത്. വാക്തത്വമുള്ളവൻ ട്രെയിൻ തട്ടിയാലും ജാകുകയില്ല, കടലിൽ വീണാലും ജാകുകയില്ല. സ്വത്രം. 276 പേർ കപ്പലിൽ. ക്യാപ്റ്റൻ പറഞ്ഞു കപ്പൽ മുങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കപ്പലിൻ്റെ മുകൾ പരപ്പിൽ വന്ന് അസംബ്ലിയായിട്ട് നിന്ന് പാട്ടുപാടി ടൈറ്റാനിക് കളിച്ചെന്ത് ചെയ്യാം, കടലിലേക്ക് ചാകാം. അങ്ങനെ എല്ലാവരും കൂടെ നേരെ മുമ്പിൽ അറ്റൻഷൻ നിൽക്കുക. പറഞ്ഞു നമ്മൾ ചാകാൻ പോവുകയാണ്. അപ്പോസ്തലൻ പ്രവൃത്തിയായിട്ടേ പറഞ്ഞു, ഒരു പാട്ടുപാടി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിലേക്ക് പോകാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേര. അപ്പോൾ ഒരു വിളി ചോദിച്ചു, നമ്മൾ ഒരാൾ കുറവുണ്ടല്ല. ആരും ഒരാൾ കുറവുണ്ടല്ലോ. ആര്? പൗലോസ്. അവനെവിടെ? അവൻ താഴെ കിടന്നുറങ്ങുകയാണ്. നീ അവനെ കൂടെ വിളിച്ചോണ്ട് പോവാ. കാരണം ചാകുമ്പോൾ നരകത്തിലേക്കാണെങ്കിലും ഒരു കൂട്ടുണ്ടല്ലോ, അവനെ ചെന്ന് വിളിച്ചോണ്ട് പോവാ. അപ്പൊ ഇവര് നിന്നോട് ദൈവമേ പാടിക്കൊണ്ടിരിക്കും. ഒരുത്തൻ ചെന്ന് അവനെ വിളിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ പൗലോസ് അവിടെ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, അങ്ങനെയല്ലേ പാടുന്നത്, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. ചോദിച്ചു, എന്നാ പൗലോസേ വിശേഷം? വിശേഷമൊന്നുമില്ല. അല്ല, ചില ആളുകൾക്ക് മരിക്കാൻ നേരത്തെ ഒരു ഇളക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ വല്ലാണോ? എന്തിളക്കം? ഇതൊക്കെ കപ്പല് മുങ്ങാൻ പോവുകയാണ്. ആര് പറഞ്ഞു? നീ മേലിട്ട് അവിടെ ടൈറ്റാനിക് കളിച്ച് അസംബ്ലി കൂടി നിൽക്കുകയാണ്. ഇപ്പം മുങ്ങാൻ നമ്മൾക്ക് ഒരുമിച്ച് ചാവാടാ. ഇവൻ പറഞ്ഞു, ആര്യാ അവിടെ അവിടെ എന്തിട്ട് നിങ്ങൾക്ക് എന്താണ്? ഇത് മുങ്ങുകയില്ല.
ഇത് മുങ്ങുകയില്ല. നിനക്ക് ഇത്ര ഉറപ്പെന്താണ്? ഉറപ്പാണ്, ഇത് മുങ്ങിയാലും ഞാൻ ചാകുകയില്ല. എന്താ ഉറപ്പ്? കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ എൻ്റെ അടുക്ക് വന്നു, എന്നോട് പറഞ്ഞു, പൗലോസേ, നീ റോമൻ കൈസറുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. എൻ്റെ ദൈവം എന്നോട് റോമൻ കൈസറിന് മുമ്പാകെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പൽ മുങ്ങിയാലും കടൽ വറ്റിച്ച് എന്നെ ദൈവം അവിടെ എത്തിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം 1000 കൂട്ടം പറയാൻ എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഞാൻ നിർത്തുക. പ്രായമുള്ളവരുടെ അപ്പച്ചൻ ഇങ്ങനെ മുറ്റത്തോട്ടിറങ്ങി. അപ്പം മക്കൾ വന്നു. എവിടെ പോവാ അപ്പ? അപ്പം പറഞ്ഞു, ഞാൻ ആ മല പിടിക്കാൻ പോവുകയാണ്. ഏത് മല? ആ മല. എൻ്റെ അപ്പനിപ്പോൾ ഈ പ്രായത്തിൽ മലയൊക്കെ പിടിക്കുക, ഒന്നാമത് ചുമയും കൊരയും ഒക്കെ ആയിട്ട് അപ്പൻ അവിടെ കയറിയിരിക്കുക. അപ്പം അപ്പന് ഏത് മലയാ വേണ്ടത്? അപ്പൊ അവിടെ ഇരുമ്പ് രഥങ്ങളുണ്ട്, ഉണ്ടായിക്കോട്ടെ. അപ്പൊ അവിടെ പിന്നെ കാടുണ്ട്, ഉണ്ടായിക്കോട്ടെ. അപ്പൊ അവിടെ ഭയങ്കര രാക്ഷസന്മാർ, ഉണ്ടായിക്കോട്ടെ. അപ്പന് വേറെ പണിയൊന്നുമില്ലേ? അപ്പന് അവിടെ കയറിയിരുന്നേ. അപ്പൊ അപ്പനെ നടുവൊക്കെ നിവൃത്തി. പേര് പറഞ്ഞ അപ്പന്റെ പേര് കാലേബ്. പറഞ്ഞു, എടാ മൂക്കളെ മാറാത്ത ചെക്ക, നീ കയറി പോടാ. എടാ എനിക്കിപ്പോൾ 85 വയസ്സായി. എൻ്റെ 40ാമത്തെ വയസ്സിലേ ദൈവം എന്നോട് പറഞ്ഞു എന്നറിയാമോ? കാലേബേ, എന്തോ നീ പ്രായമാകുമ്പോൾ നട്ടല് വളയുമ്പോൾ നിന്റെ പിള്ളേര് പെൻഷൻകായിട്ട് ആ മല തരുമെന്നല്ല പറയണേ, നിനക്ക് ഞാൻ ആ മല തരും. എനിക്ക് നിന്റെ ആവതാരൊന്നും വേണ്ടടാ. പിന്നെ നീ ഈ ജുബ്ബ കണ്ടിട്ടുണ്ട്? 45 കൊല്ലമായി നീ എത്ര റൈമണ്ട് മാറി, നീ എത്ര ശീമാറ്റി മാറി, നീ എത്ര ഷർട്ട് മാറി. ഇതിന്റെ നൂല് ഇതുവരെ പിഞ്ചിയിട്ടില്ല. എന്റെ ചെരുപ്പ് നീ കണ്ടോ? നിന്റെ ഡെക്മാർക്കല്ലത്. എന്റെ കാല് വളരുന്നതിനനുസരിച്ച് ചെരുപ്പും വളർന്നടാ മോനെ. 45 കൊല്ലം ആ ചെരുപ്പ് ഞാൻ തേഞ്ഞു തീർന്നിട്ടില്ല. 40-45 കൊല്ലമായി എന്റെ വസ്ത്രം പിഞ്ചിപ്പോകാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ ഇരിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എന്റെ അസ്ഥികൾക്കകത്ത് യൗവനം നിറച്ച് ഈ പ്രായത്തിൽ ഞാൻ ആനാക്കിയ മല്ലന്മാരെ പിടിതെറിഞ്ഞു മല പിടിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കരങ്ങൾ ചേർത്തടിച്ചോ. ഇന്ന് പകൽ ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം